17ാമത്തെ വയസ്സിൽ 16ാമത്തെ വയസ്സിൽ പ്രീഡിഗ്രി പഠിക്കുമ്പോൾ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യാനുള്ളതെന്ന് ചിന്തിക്കുകയും എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് വളരെ യാദൃശ്യമായി ചിന്തിക്കാൻ അവസരം കിട്ടിയാണ്. എന്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടില്ല, വളരെ യാദൃശ്യമായി ചിന്തിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യണം. ഞാൻ വന്നത് ഇതിനാണ്. അന്ന് മുതൽ കണ്ട എല്ലാ സ്വപ്നങ്ങളും എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നൊഴിയാതെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സ്വപ്നങ്ങളും ഞാൻ കണ്ട എല്ലാ സ്വപ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സ്വപ്നങ്ങളും. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് നല്ലൊരു ശതമാനവും തിയറിയല്ല, എന്റെ പ്രാക്ടിക്കലും അല്ല, എന്റെ അനുഭവമല്ല, എന്റെ ജീവിതവുമല്ല, എന്റെ സ്വപ്നവുമല്ല. അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞല്ലോ. പിന്നെന്താ സ്വപ്നം? കഴിഞ്ഞല്ലോ. പിന്നെന്താ? എക്സ്പീരിയൻസും അല്ല, ലക്ഷ്യവുമല്ല. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്താണ്? വിജയോ? പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ എന്റെ ചിന്തകളെ എന്നെ രൂപപ്പെടുത്തു, അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, എങ്ങനെ ശ്രമിച്ചു എന്നുള്ളത്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സീരിയസായിട്ട് ഷെയർ ചെയ്യുന്നു. ഒന്നാമത്തെ വിഷയം, വളരെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആരെ വിലയിരുത്തണം? സ്വയം എന്ന് പറയുന്നത് കണ്ടത് ഞാൻ ആരെ വിലയിരുത്തണം? എന്നെ വിലയിരുത്തണം. ഞാൻ ആദ്യം ആരെ സ്നേഹിക്കണം? നിങ്ങൾ വിചാരിക്കും നിങ്ങളെ മുന്നിൽ ഞാൻ സൗന്ദര്യമില്ലാത്തവനാണ്, അല്ലെ? തലമുടി നനച്ചിട്ടുണ്ട്, കണ്ണിയുണ്ട്, തടിയുണ്ടായിരുന്നു, കുറച്ച് തടിയുണ്ട്, ഒക്കെ ഉള്ള മനുഷ്യനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എന്നെ കമ്പയർ ചെയ്യുന്നത് ചിലപ്പോൾ മോഹൻലാലുമായിട്ടോ മമ്മൂട്ടിയായിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയൊക്കെയാണ് സൗന്ദര്യമെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? ഏറ്റവും സ്നേഹിക്കുന്നത് ആര്യ? പറഞ്ഞ ഇതെല്ലാം സമ്മാനമുണ്ട്. സജീവ സമ്മാനത്തിന് ഏറ്റവും എന്നെയോ ആരെയാ സ്നേഹിക്കുന്നത്? എന്റെ കയ്യെ, എന്റെ കണ്ണുകളെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരെയാ? ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരെയാ? എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്റെ തന്നെയാണ്. ഞാൻ എവിടെ ചെന്നാലും, ഏത് ഷാപ്പിൽ പോയാലും, ഏത് സാഹചര്യത്തിരുന്നാലും ഞാൻ എന്ത് ചെയ്യില്ല? എത്ര മോഹിപ്പിക്കുന്ന മദ്യം എനിക്ക് കൊണ്ട് തന്നാലും ഞാൻ എന്ത് ചെയ്യില്ല? 17ാമത്തെ വയസ്സിൽ തീരുമാനമെടുത്തു. ഇതുവരെ കഴിഞ്ഞ 30 വർഷമായി നൂറുകണക്കിന് സുഹൃത്തുക്കളോടൊപ്പം നൂറുകണക്കിന് സ്ഥലങ്ങളിൽ പോയി, മദ്യപിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഷാപ്പിൽ പോയിട്ടുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരു ദിവസം പോലും എന്ത് ചെയ്തിട്ടില്ല? മദ്യപിച്ചിട്ടില്ല. സഹപ്രവർത്തകന് കമ്പനി കൊടുക്കാൻ വേണ്ടി ഒപ്പംകൂടെ കുറിച്ച് വയറിളക്കം വന്നല്ലാതെ ഞാൻ ഒരു ദിവസവും മദ്യപിച്ചിട്ടില്ല. നിങ്ങൾ സാഹചര്യമാണ് നല്ല കൂട്ടുകൂടനെ മക്കളെ ആരാണ് ഇല്ലാതാകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠം, ഏറ്റവും പ്രധാന പാഠം, ഞാൻ ആരെന്ന് സ്വയം ഒന്ന്. രണ്ടാമത്, ഞാൻ എന്തിനാണ് ഈ ഭൂമി വന്നതെന്ന് സ്വയം തിരിച്ചറിയല്ല. അത് നിങ്ങൾ തിരിച്ചറിയും. സ്വയം ചിന്തിക്കുകയല്ല, സ്വയം വിലയിരുത്തുക. കറക്റ്റാണ്. വേടുകൾ തന്നെ പറയും. സ്വയം വിലയിരുത്തുക. ഞാൻ എന്തിനാണ്, എനിക്ക് എന്താണ് ഈ ഭൂമിയിൽ ചെയ്യാനുള്ളത്, ഞാൻ എന്തിനാണ് വന്നത്? രണ്ട്, അടുത്ത വിഷയം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുപോലൊരു സെമിനാറിൽ ഞാൻ നേരത്തെ പോയിരുന്നുവെങ്കിൽ 10 വയസ്സിലോ 15 വയസ്സിലോ 16 വയസ്സിലോ ഞാനാണ് സെമിനാറിൽ പോയിരുന്നത്, ഞാൻ എവിടെ ഇരിക്കുള്ളായിരുന്നു? ഇന്ന് അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ. എവിടെ ഇരിക്കുള്ളായിരുന്നു? ഞാനായിരുന്നു ഇതുപോലെ സെമിനാറിൽ പോയി. നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കാൻ തള്ളിയില്ലേ? എന്നിട്ട് 4 കൂട്ടരോട് ഫ്രണ്ടിൽ പോയില്ലല്ലോ. ഞാനായിരുന്നു എന്ത് ചേർന്നു? ആദ്യമാണ് വന്നാൽ എന്ത് ചെയ്യും? നേരത്തെ വന്നാൽ ആദ്യം ഫ്രണ്ടിൽ വെച്ചിട്ട് വിളിക്കും. താമസിച്ച് വന്നാലോ? താമസിച്ച് പോയത് കഴിക്കുക. എന്ത് ചെയ്യും? ഫ്രണ്ടിൽ കൂടെ വേഗത്തിലോട്ട് പോകും. കംപ്ലീറ്റ് സ്ഥലം നോക്കും. ഫ്രണ്ടിൽ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എവിടെ ഇരിക്കും?
നിങ്ങൾ ഇത് കഴിഞ്ഞതിന്റെ സ്വകാര്യത ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതെല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ തിയറി പറഞ്ഞതൊന്നുമല്ല. തിയറി ഒന്നും പറഞ്ഞല്ല. 3 പ്രാവശ്യം മരണം മുഖാമുഖം കണ്ടു, മരിച്ചില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. എന്റെ സ്വകാര്യ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരുപാട് കഥകളുണ്ട്. ഞാൻ പറയാം. ഞാൻ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ലോകത്തോടെന്നുള്ളതേ ഉള്ളൂ. ഡിസ്ക്ലോസ് ചെയ്യും കുറച്ചുകൂടെ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത് നമ്മുടെ ചിന്ത, ഒന്നാമത് നമ്മുടെ തീരുമാനങ്ങൾ വളരെ പ്രധാനം. രണ്ടാമത് മുമ്പിലിരിക്കുക എന്ന് പറയുന്നത്, മുമ്പിലിരിക്കാതിരുന്നപ്പോൾ ഇരിക്കാതിരുന്നയാളെ തോൽപ്പിച്ചത് ആരെയാണ്? ഫ്രണ്ടിലൊരു സീറ്റ് കിടന്നു, ആ സീറ്റിൽ ചെന്നിരിക്കാതിരുന്നപ്പോൾ തോൽപ്പിച്ചത് ആരെയാണ്? സ്വയമാണ്. ഇപ്പോഴും നിങ്ങൾ തോൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നവർ ആരും ജയിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാര്യം നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ടാണ് നിങ്ങൾ ആരും ജയിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാര്യം എന്താ? ഞാനിത് പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ടില്ല. കാര്യം എന്താ? ഞാൻ പറഞ്ഞിട്ടുള്ള തീരുമാനിച്ചിട്ടില്ല. കാര്യം എന്താ കാര്യം? ഞാൻ പറഞ്ഞിട്ടുള്ള തീരുമാനിക്കില്ല. കാര്യം എന്താ? വളരെ സുന്ദരമായ ഒരു കസേര മോളിൽ കയറിയിരുന്നു, അല്ലെങ്കിൽ ആ കുട്ടി കയറിയിരുന്നു, അല്ലെങ്കിൽ അവിടെ കസേര വീണ്ടും എത്തിയായിരുന്നു. ഞാനായിരുന്നു ഇതുപോലെ ക്ലാസ്സിൽ ഇരുന്ന് ഇതുപോലെ ആളെടുത്ത് ഫ്രണ്ടിൽ കസേര ഒഴിഞ്ഞോളെ ഇരുന്നില്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അപ്പോഴെത്തിയായിരുന്നു. പതുക്കെ ഞാൻ ചാടി അടിച്ച് നോക്കിയാണ് ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു കസേര ഒഴിഞ്ഞിട്ട് നടന്നോ എങ്കിൽ ഞാൻ എവിടെ പോയനെ. ഇപ്പൊ ഫ്രണ്ട് ബാക്കില്ല, അതുകൊണ്ടുള്ള പ്രശ്നമില്ല. പോയെ നിങ്ങൾ എന്ത് ചെയ്തോളൂ ഇന്ന് തന്നെ തീരുമാനിച്ചോളൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ചവർ എല്ലാം എടുത്തിട്ടുള്ള കാര്യം എന്താണ്? തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ഇന്ന് തന്നെ തീരുമാനിച്ചോളൂ. 15 വയസ്സ് കഴിഞ്ഞവർക്കാണല്ലോ, 15 വയസ്സ് കഴിഞ്ഞവരാണല്ലോ. ഇന്ന് തന്നെ തീരുമാനിച്ചോളൂ. ഞാൻ വിജയിക്കാൻ വന്നതാണോ പരാജയപ്പെടാൻ വന്നതാണോ? വിജയിക്കാനാണ് വന്നതെങ്കിൽ പരാജയപ്പെടാൻ വന്നതിന്റെ ചർച്ചയില്ല. വിജയിക്കാനാണ് വന്നതെങ്കിൽ തിരിച്ച് നിങ്ങളെ ചിന്ത മാറ്റിക്കോളൂ, നിങ്ങളുടെ പ്രവൃത്തി മാറ്റിക്കോളൂ, നിങ്ങളുടെ ജീവിതശൈലി ആദ്യം കൂടി മാറ്റിക്കോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ചായ നമ്മൾ കുടിച്ച് എത്ര പേരുടെ കൈകൾ ഉയർത്തിയേ? എനിക്ക് തന്നല്ലോ ചായ, ഞാൻ കുടിച്ചില്ലല്ലോ. എന്താ കാര്യം? ചായ കുടിക്കാത്ത എനിക്ക് വേറെ കുഴപ്പമുണ്ടോ? എന്താ അങ്ങനെ ഇയാൾക്കറിയാം എനിക്കൊരു കുഴപ്പമില്ല, നല്ല ഞാൻ ചായ കുടിക്കാത്തത് എനിക്ക് വയസ്സ് 10 കഴിയുന്നു. ഇനി ഒരുപാട് ചായ എന്റെ ബോഡിയിൽ ആവശ്യമില്ല. മാത്രമല്ല ചായ ഒരുപാട് കഴിച്ചുകൂടാ എന്നുള്ള, കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ള വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചായ കുടിക്കുക. അപ്പൊ ഞാൻ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും എന്ത് ചെയ്യണം? ഓരോ പ്രവൃത്തിയിലും, ഭക്ഷണം കഴിക്കുന്നതിൽ, ഉറങ്ങുന്നതിൽ, എണീക്കുന്നതിൽ, സംസാരിക്കുന്നതിൽ, എല്ലാത്തിലും എന്തുണ്ടാവണം? ഒരു എന്തുണ്ടാവണം? ഒരു ചിട്ടയല്ല. എന്തുണ്ടാവണം? എന്തുണ്ടാവണം? നിങ്ങളെ മറ്റൊരാളിലും നിങ്ങളുടെ അനുവാദമില്ലാതെ, നിങ്ങളുടെ മനസ്സറിയാതെ നിങ്ങളെ ആരും കീഴടക്കരുത്. നിങ്ങളെ മനസ്സറിയാതെ നിങ്ങളെ ആരും കീഴടക്കരുത്. ആരും കീഴടക്കരുത്. ആരുമല്ല, നിങ്ങളുടെ ശരീരം കീഴടക്കരുത്. നിങ്ങളുടെ ശരീരം ആരും കീഴടക്കരുത്, നിങ്ങളെ കീഴടക്കരുത്. അപ്പൊ നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടതാരാ? ഈ തടിച്ച വലിയ ശരീരമല്ല, ഈ മനുഷ്യന്റെ മനുഷ്യന്റെ രൂപയല്ല. ഈ മനുഷ്യനെ മുന്നോട്ട് നയിക്കേണ്ടത് എന്താ? അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്താ? അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ശക്തിയോ? മനസ്സിന്റെ വിശ്വാസോ? ഇത് പറയണ്ടേ? മനസ്സിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ ചിന്തയാണ്. ഓരോ കാര്യം, നിങ്ങൾ ആരോഗ്യത്തിന്റെ കാര്യം എടുത്തോളൂ, തൊഴിലിന്റെ കാര്യം എടുത്തോളൂ, വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്തോളൂ, വിജയിക്കുന്നവരുടെ കാര്യം എടുത്തോളൂ, വലിയ വ്യവസായങ്ങളുടെ കാര്യം എടുത്തോളൂ, എല്ലാവരുടെ കാര്യം എടുത്തോളൂ. ലോകം വിജയിച്ച മുഴുവൻ ആളുകളുടെ പുസ്തകവും വായിച്ചോളൂ. അവരുടെ എല്ലാ ജീവിതത്തിന്റെ ചര്യ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഒന്നാമത്തെ കാലമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണ്? സ്വയം
ആലോചിക്കണം തീരുമാനം എടുക്കുമ്പോൾ. ഡോക്ടറായാൽ രാത്രി തുടങ്ങാൻ പറ്റത്തില്ല. രോഗിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ രാത്രി നടത്തണം, പകൽ നടത്തണം. അപ്പോൾ വളരെ സുഖസമർത്ഥമായ ജോലിയല്ല ഏത് ഡോക്ടർ, വളരെ സുഖസമർത്ഥമായ ജോലിയല്ല വക്കീൽ. കാരണം ആദ്യത്തെ കാലങ്ങളിൽ കിട്ടത്തില്ല, കേസൊന്നും കിട്ടത്തില്ല. അപ്പൊ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങാൻ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യം പെട്ടെന്ന് രാവിലെ കിട്ടത്തില്ല, വിദ്യാഭ്യാസം രാവിലെ കിട്ടത്തില്ല, ജോലി പൈസ വന്നോളത്തില്ല. മാത്രമല്ല ഒരുപാട് എത്തിയാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ തീരുമാനിച്ചോളൂ. നമുക്ക് ചെറുപ്പക്കാരൻ ഇനി ഒരുപാട് ഫീൽഡിൽ പോകേണ്ടതല്ലേ, തിരിച്ചു ചിന്തിച്ചോളൂ. ആറായിട്ട് റോളുകളുണ്ട് മനുഷ്യൻ. ഒന്നാമത്തെ റോൾ എന്താ പറയുക? ഒരു മനുഷ്യൻ എന്ന വളരെ ജീവിതത്തിൽ ഒന്നാമത്തെ റോള് ഞാൻ കുറച്ച് തിയറികളാക്കിയിട്ട് നല്ലത്, അതിന് അങ്ങനെ പറയുന്നത്. ഒന്നാമത്തെ റോൾ എന്താ? ഒന്നാമത്തെ റോൾ എന്താ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തനിക്ക് എത്ര റോളുണ്ടെന്ന്? വയസ്സൊക്കെയായി മോശമാണ്, മോശമായിട്ട് പറയുന്നതിന് സങ്കടമാണ്, മോശമാണ്. 17-18 വയസ്സിൽ നിങ്ങൾ തീരുമാനിക്കണം. ഇന്ന് വരെ താമസികമായിട്ട് പ്രശ്നം ഇന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് ഒരു 5-6 റോളുണ്ട്. ഒന്നാമത്തെ റോൾ എന്താ? ഒന്നാമത്തെ റോൾ എന്താ? ഒന്നാമത്തെ എന്റെ അല്ല, നിങ്ങളുടെ ഒന്നാമത്തെ റോൾ എന്താ? ഒന്നാമത്തെ റോൾ എന്താ? നിങ്ങളെ മകൾ, മകളോ ആരുടെ? അച്ഛൻ്റെ അമ്മയുടെ മകൾ, അത് രണ്ടാമത്തെ റോളാണ്. ഒന്നാമത്തെ റോൾ എന്താ? നിങ്ങൾ പറഞ്ഞ കറക്റ്റ് രണ്ടാമത്തെ റോളാണ്. ഒന്നാമത്തെ റോൾ എന്താ? വേറെന്താ? രജനി എന്ന വ്യക്തിയാണ് ഒന്നാമത്തെ റോൾ. ആസാൻ ഇൻഡിവിജ്വൽ ഞാൻ ഒന്നാമത്തെ റോൾ. രണ്ടാമത്തെ റോൾ എന്താ? കുടുംബം സംബന്ധിച്ചു അവിടെ ജോലിമാരാണ്, മകളാണ്, മകളാണ്. അനിയനുണ്ടെങ്കിൽ അനിയൻ, ചേട്ടനുണ്ടെങ്കിൽ അനിയത്തിയാണ്, അനിയനുണ്ടെങ്കിൽ ചേച്ചിയാണ്, കുഞ്ഞമ്മയ്ക്ക് മകളാണ്. ഇങ്ങനെ അല്ലെ അപ്പൂപ്പനെ ചെറുമോളാണ്. ഇങ്ങനെ ഒരു നൂറുകൂട്ട റോൾ എവിടെയുണ്ട്? എന്താണ് റോൾ എവിടെയുണ്ട്? മൂന്നാമത്തെ റോൾ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ റോൾ ഒരു വ്യക്തി. എന്താ ഒരു വ്യക്തിയാണ്, ഒരു കുടുംബാംഗമാണ് സംബന്ധിച്ചു. മൂന്നാമത്തെ റോൾ എന്താ? വ്യക്തിയാണ് സംബന്ധിച്ചു, കുടുംബാംഗവുമാണ്, വിദ്യാർത്ഥി. അപ്പൊ അതെന്താ? വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് തൊഴിൽ. അപ്പൊ വിദ്യാർത്ഥിയെ തൊഴിലാണ് ഞാൻ ഒറ്റ കാറ്റഗറി പറയാം. തൊഴിൽ സംബന്ധിച്ചു. അപ്പൊ വിദ്യാർത്ഥിയുടെ തൊഴിലെന്താ? വിദ്യാർത്ഥിയുടെ തൊഴിലെന്താ? തൊഴിൽ നല്ലതുപോലെ ചെയ്യുന്നവരെ എന്താകാൻ പറ്റുള്ളൂ? വിദ്യാർത്ഥിയല്ല. തൊഴിൽ നല്ലതുപോലെ ചെയ്യുന്നവരെ എന്താകാൻ പറ്റുള്ളൂ? മുതലാളിയാവാൻ പറ്റുള്ളൂ. തൊഴിൽ നല്ലതുപോലെ ചെയ്യുന്നവരെ എന്താകാൻ പറ്റുള്ളൂ? മുതലാളിയാവാൻ പറ്റുള്ളൂ. വിദ്യാർത്ഥിയുടെ തൊഴിലെന്താ? പഠിക്കുകയാണ്. അത് നല്ലതുപോലെ ചെയ്യാതെ നിങ്ങൾ എങ്ങനെ വിദ്യാർത്ഥിയാവുന്ന മുതലാളിയാവും? ജീവിതം മുഴുവൻ എന്താണ്? ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടമല്ല. ബിസിനസിന്റെ മലയാളം കച്ചവടം അതല്ല. ജീവിതം മുഴുവൻ എന്താണ്? ബിസിനസ്സാണ്. 10 മണിക്ക് യോഗം തുടങ്ങുമെങ്കിൽ എത്ര മണിക്ക് എത്തണം? 10-ന് എത്തണം. എന്താ പറയാ, എല്ലാ കാര്യത്തിലും ഒരു ബിസിനസ് മോഡൽ ജീവിക്കണം. ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങുമ്പോൾ തീരുമാനിച്ചാൽ റാങ്ക് വാങ്ങണം. ബിസിനസ് മോഡൽ ജീവിക്കണം. അപ്പോൾ വിദ്യാർത്ഥിയുടെ തൊഴിലെന്താ? പഠനമാണ്. അത് ഭംഗിയായിട്ടാണ്. അപ്പൊ ആ റോള് സംബന്ധിച്ചു. അപ്പൊ ഒന്നാമത്തെ റോള് കുടുംബമാണ്, വ്യക്തിയാണ്, കുടുംബമാണ്. പിന്നെന്താ പറഞ്ഞു? തൊഴിലാണ്, തന്റെ പ്രൊഫഷൻ. അത് വിദ്യാർത്ഥി ജോലി കിട്ടുമ്പോൾ ജോലിക്കൊക്കെ. നാലാമത്തെ റോൾ എന്താ? ഒരു സാമൂഹ്യ ജീവിയാണ്. അഞ്ചാമത്തെ റോൾ എന്താ? നിങ്ങൾ ലോകത്ത് വിചാരിച്ചോളൂ, ഈ 5 മേഖലയിൽ, അഞ്ചാമത്തെ ഞാൻ പറഞ്ഞു, 5 മേഖലയിൽ വിജയിക്കുന്നവരാണ് ലോകത്ത് അറിയപ്പെടുന്നത്, വിജയിക്കുന്നത്, അറിയപ്പെടുന്നത്. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരാണ്. എല്ലാവരും കോളേജ് സാറന്മാരാണ്, ടീച്ചർമാരാണ്. ചില ടീച്ചർമാർക്ക് അവാർഡ് കിട്ടുന്നു, അറിയപ്പെടുന്നു. കാര്യം എന്താ? പ്രൊഫഷൻ അപ്പുറം സമൂഹത്തിന് വേണ്ടി, ശമ്പളത്തിനപ്പുറം സമൂഹത്തിന് വേണ്ടി വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേറ്ററുടെ വളരെ പ്രധാനപ്പെട്ട മോട്ടിവേറ്ററായ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രസ്താവന കാര്യങ്ങൾ ചെയ്യുന്നവരെയല്ല ലോകത്തിന് ആവശ്യം. എങ്ങനെ ചെയ്യുന്നവരെയാണ് ആവശ്യം? കാര്യങ്ങൾ ചെയ്യുന്നവരെ ലോകത്തിന് എല്ലാവർക്കും വ്യത്യസ്തമായി ചെയ്യുന്നവർ, വളരെ വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ആർക്ക് ആവശ്യമുണ്ട്? ലോകത്തിന് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര റോളുണ്ടെന്ന് ഞാൻ പറഞ്ഞു? 5. അഞ്ചാമത് ഞാൻ പറഞ്ഞില്ല, അവസാനം പറയാം. ഒന്നാമത്തെ വ്യക്തി,
അപ്പോൾ വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്? നല്ല ആരോഗ്യം ആവശ്യമുണ്ട്, നല്ല ചിന്ത ആവശ്യമുണ്ട്. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നല്ലതുപോലെ ചെയ്യണം, നല്ലതുപോലെ ചിന്തിക്കണോ? നല്ല ആരോഗ്യത്തിന് ഉച്ചയ്ക്കപ്പം ഫുഡൊന്നുമില്ലയോ? നല്ലതുപോലെ ആഹാരം കഴിക്കണം. നല്ല ആഹാരം കഴിക്കുമ്പോൾ മോശപ്പെട്ട ആഹാരം കഴിക്കരുത് എന്ന അർത്ഥമുണ്ട്. നല്ല ആഹാരം കഴിക്കുമ്പോൾ മോശപ്പെട്ട ആഹാരം കഴിക്കരുത്. ഫ്രീ ആയിട്ട് കിട്ടിയാലും മോശപ്പെട്ട ആഹാരം കഴിക്കരുത്. ചായ ഫ്രീ ആണെങ്കിലും വാരി കഴിക്കരുത്. ബിരിയാണി ഫ്രീ ആണെങ്കിലും ഒരുപാട് വാരി അതിന്റെ സാരി ബിരിയാണിയാണ് രണ്ടെണ്ണം ഇരിക്കേണ്ടത് വാരി കഴിക്കരുത്. സാരി സാറിന് നഷ്ടം ഒരു ബിരിയാണി, പക്ഷെ നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തുന്നതായാണ് നിങ്ങളെ തന്നെയാണ്. വളരെ ദൂരമായ തിരിച്ചറിവാണ് മനുഷ്യന്. അങ്ങനെ തിരിച്ചറിയുന്നതാണ് ലോകത്തിൽ വിജയിക്കുന്നത്. ആരെ ചരിത്രമുള്ളൂ. അപ്പോൾ നല്ല ചിന്ത വേണം, നല്ല ആരോഗ്യം വേണം. നല്ല ആരോഗ്യം വേണം, നല്ല എല്ലാവരും നല്ല ചിന്തിക്കണം. തിരിച്ച് ആരോഗ്യം സമ്മതിച്ചു. തൊഴിൽ ആരോഗ്യ വിദ്യാഭ്യാസ കാലഘട്ടമാണെങ്കിൽ അത് ഭംഗിയായി ചെയ്യുന്നവർ സമയം എന്നൊക്കെയാണ് പറയുന്നത്. അതിന് വളരെ വിദ്യാർത്ഥികളെ പറയുന്നത് എന്താണ്? സമയമില്ല. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ സമ്പൂർണ്ണ സാക്ഷരതാ പ്രവർത്തനം നടക്കുമ്പോൾ റിസോഴ്സ് പേഴ്സണാണ് സ്റ്റേറ്റ് ലെവലിൽ. ധാരാളം പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്, ക്ലാസ് എടുക്കാൻ പോകുന്നത്. 300 പേർ 400 പേർ 500 പേരൊക്കെ ഇരിക്കുന്ന ഏരിയയിൽ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. പകൽ മുഴുവൻ ക്ലാസ്, രാത്രി പഠനം. പകൽ മുഴുവൻ ക്ലാസ്, രാത്രി. അപ്പൊ എന്നോട് ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടാവും. എന്താ ചോദ്യം? എന്താണ്? ഉറക്കമില്ല. എനിക്ക് മാറ്റി വെക്കാൻ കഴിയുന്ന എന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കമാണ്. കാര്യം എന്താണ്? എന്റെ കയ്യിലുള്ളത് എന്താണ്? സാക്ഷരതാ പ്രവർത്തനം എന്റെ കയ്യിലില്ല, സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ എനിക്ക് സമൂഹത്തിലോട്ട് ചെയ്യണമെങ്കിൽ, അപ്പൊ പ്രവർത്തിക്കണമെങ്കിൽ അത് സർക്കാരാണ്. എന്റെ വേറെ ഒന്നുമില്ല നിക്ഷേപിക്കാൻ. രണ്ടാമതോ, യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്തുന്നത് എനിക്ക് വേണ്ടി മാറ്റിക്കാൻ പറ്റും. യൂണിവേഴ്സിറ്റി പരീക്ഷ എനിക്ക് വേണ്ടി മാറ്റിക്കാൻ പറ്റില്ല. പിന്നെ മാറ്റി വെക്കാൻ കഴിയുന്നത് എനിക്ക് എന്തേ ഉള്ളൂ? മാറ്റി വെക്കാൻ കഴിയുന്നത് എന്റെ ഉറക്കമേ ഉള്ളൂ. ഈ പ്രകൃതിയുടെ ഒന്നാമത്തെ നിയമങ്ങൾ പഠിച്ചോളൂ. മാറ്റിവെക്കാനും നിക്ഷേപിക്കാനുമുള്ള എല്ലാം ഒന്നാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. മാറ്റിവെക്കാനും മാറ്റിവെക്കാനും നിക്ഷേപിക്കാനുമുള്ള എല്ലാം ഒന്നാണ് നിങ്ങൾ വിട്ടിരിക്കുന്നത്. നിക്ഷേപിക്കാൻ വിട്ടിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അതുകൊണ്ട് സന്തോഷം പറയാം. എനിക്ക് റാങ്ക് കാര്യം കൂടെ പറഞ്ഞു പഠിക്കുന്നത്. ഞാൻ റാങ്ക് കഴിക്കുമ്പോൾ ഞാൻ സാക്ഷാത്കരിക്കുന്ന ക്ലാസ് എടുക്കുമ്പോൾ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞത് അടുത്താഴ്ച പരീക്ഷയാണ്, നീ ഒരു കാരണവശാലും ക്ലാസ് നീ പോയി പഠിക്കൂ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. വൈകുന്നേരം എഴുതുന്നു, ബാഗ് വലിച്ചെറിയുന്നു, സർട്ടിഫിക്കറ്റ് ബുക്കെല്ലാം രംഗത്തോടെടുത്തു. എന്റെ പഠനത്തിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. വെളുക്കുന്നത് വരെ പഠിക്കുന്നു. അപ്പൊ പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു. ഉറക്കം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നൃത്തം ചെയ്യുന്നു. കട്ടൻ ചായ കുടിക്കുന്നു. അറിയാം എന്റെ ശരീരത്തിന്റെ ആവും കട്ടൻ ചായ കുടിച്ച് ഒന്നുണ്ടായിരുന്നു പറഞ്ഞു മോശമാവും. കട്ടൻ ചായ കുടിച്ചാൽ എന്നെ ഒരുപാട് ചിന്താവും. അതുകൊണ്ട് കട്ടൻ ചായ കുടിക്കുന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല തടി വേണം. കട്ടൻ ചായ കുടിച്ചാൽ തടി പോയി. അതുകൊണ്ട് കട്ടൻ ചായ കുടിക്കരുത്. പിന്നെന്ത് ചെയ്യും? മാറ്റി വെച്ചത് എന്താണ്? എന്റെ ഉറക്കം. വേറൊരു കാര്യം കൂടെ ഞാൻ മാറ്റി വെച്ചു. 3 വർഷം ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല? സിനിമ കാണില്ല. ഇനി അടുത്ത 3 വർഷം സിനിമ കാണില്ല. കാര്യം എന്താണ്? എനിക്ക് ഒരുപാട് സമയം വേണം. എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയം വേണം. സിനിമ പിന്നെ കണ്ടോളാം. പഞ്ചായത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ആ കലാകാരൻ കണ്ടില്ല. ഒരു നഷ്ടവും എന്റെ ജീവിതത്തിൽ വന്നില്ല എന്ന് മാത്രമല്ല, എനിക്കിപ്പോ പഞ്ചായത്തിന്റെ ലക്ഷണവും സിനിമയെടുത്ത് കാണാനും പറ്റി. ഞാൻ നല്ല പ്രായത്തിലുള്ള ആക്ടറുമാണ്. ഒരുപാട് മാർക്കും കിട്ടിയ റാങ്ക് കിട്ടി. ഒരു നഷ്ടവും വന്നില്ല. ഞാൻ തീരുമാനമെടുത്ത് എനിക്ക് ലാഭമേ വന്നു. തിരിച്ചു ചിന്തിച്ചോളൂ. നിങ്ങൾ തിരിച്ചു ചിന്തിക്കും. അപ്പം നിക്ഷേപിക്കാൻ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? മാറ്റിവെക്കാൻ ഒരുപാട് സാധനങ്ങൾ തരുന്നുണ്ട്. നിക്ഷേപിക്കാൻ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഭൂമിയിൽ വിട്ടത് ഏറ്റവും പ്രധാന നിക്ഷേപം എന്താണ്? നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാന നിക്ഷേപം എന്താണ്? ആരോഗ്യമൊന്നുമല്ല. ആരോഗ്യമില്ലാത്തവരൊക്കെ ലോകത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ നിക്ഷേപം എന്താ? അറിവുമല്ല, സമയമാണ്. ആരാ പറഞ്ഞു? ലോകത്തെല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള സാധനം എന്താ? ഇതിനെ വിശ്വാസം ഒന്ന് കൈ കയറട്ടെ. ദൈവവിശ്വാസികൾ അമ്പലത്തിലൊക്കെ പോയി വിശ്വസിക്കുന്നു. അതാണ് ദൈവം നീതിമാനാണോ നിങ്ങളുടെ വിശ്വാസത്തിൽ? ആണോ അല്ലെന്നോ? ആണല്ലോ. അപ്പൊ പിന്നെ വികലാംഗര പോലുള്ള കുറച്ച് ആളുകളെ ഒഴിച്ചാൽ ബാക്കി ആരെയും വികലാംഗരില്ല. എല്ലാവർക്കും ദൈവം എന്ത് കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ വിശ്വാസി ആയതുകൊണ്ട് ഞാൻ ചിന്തിച്ചത്. എല്ലാവർക്കും എന്ത് കൊടുത്തിട്ടുണ്ട്? സമയം കൊടുത്തിട്ടുണ്ട്, ബുദ്ധി കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ക്രിയേറ്റീവായി എന്ത് ചെയ്യണം? വളരെ ക്രിയേറ്റീവായി. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ക്രിയേറ്റീവ് ഉപയോഗിക്കണം. എന്ത് ചെയ്യണം? ഇന്ന് തന്നെ എന്തുണ്ടാക്കിക്കോളൂ. ഇന്ന് തന്നെ വീട്ടിൽ പോയാൽ
ഒന്നാമത്തെ ചോദ്യം, ഞാൻ എന്തിനാണ് ഞാൻ ചോദിച്ചില്ല, ഞാൻ എന്തിനാണ് ജനിച്ചത്. രണ്ടാമത്തെ ചോദ്യം, എന്റെ ജീവിത ലക്ഷ്യം, എന്റെ ജീവിത ലക്ഷ്യം. മൂന്നാമത്തെ ചോദ്യം, എനിക്ക് എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണം എന്ന് ചിന്തിച്ചോളൂ. ജീവിച്ചിരിക്കാന്നുള്ളത് ചിന്തിക്കണ്ട, അതൊന്നും ചിന്തിക്കണ്ട, 10 നിമിഷം പോകും, അത് ചിന്തിക്കണ്ട. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണം എന്ന് ചിന്തിച്ചോളൂ. എന്നോട് വെച്ചാൽ ഈ കണക്കുണ്ട്, എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണം. അത്രയും വർഷത്തെ കാര്യവും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജീവിച്ചിരിക്കണം ആഗ്രഹമുള്ള വയസ്സും എനിക്ക് ഓർമ്മയുണ്ട്, അറിയാം. അത്രയും വർഷത്തെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം എന്ത്, ഏത് വർഷം, എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ദയവായി ഒന്ന് ഇന്ന് തന്നെ പോയി ആദ്യത്തെ പണി, ഒന്നാമത്തെ പണി പേപ്പർ എടുത്ത് പേരെടുത്ത് ഒന്നാമതായി എഴുതുക. ഒന്നാമത്തെ പണി എന്താ, ഞാൻ എന്തിനാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ, എഴുതണം. ഞാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കും. രണ്ടാമത്തെ ചോദ്യം എന്താ, എന്താണ് എന്റെ ജീവിത ലക്ഷ്യം. മൂന്നാമത്തെ ചോദ്യം എന്താ, എത്ര വയസ്സ്, എത്ര നിമിഷം വരെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. നാലാമത്തെ ചോദ്യം എന്താ, എത്ര മണിക്കൂറുകളാണ്, എത്ര മണിക്കൂറുകളാണ്, എത്ര ദിവസമാണ്, എത്ര വർഷമാണ് ഞാൻ വാഴാക്കിയത്. കരയും നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കും. സത്യസന്ധമായിട്ട് ചെയ്യണേ, നിങ്ങൾ കരയും. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തില്ല, നല്ലതുപോലെ പഠിച്ചില്ല, ഉഴപ്പി അടിച്ച് കറങ്ങി അടിച്ചു നടന്നു, പഠിച്ചില്ല. ഭക്ഷണം തന്ന സമയത്ത് നല്ലതുപോലെ കഴിച്ചില്ല. ഒരുപാട് അസുഖങ്ങൾ വന്നതിന്റെ കാരണമൊക്കെ കഴിച്ചില്ല. നിങ്ങൾ തിരിച്ചു ചിന്തിച്ചോളൂ. പക്ഷെ ആ തിരിച്ചു ചിന്തിച്ച് എന്തിൽ പോകരുത്, ഒരു നിരാശയിൽ പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഒരുപാട് എന്ത് ചെയ്യണ്ട, പഴയതിനെ കുറിച്ച് ചിന്തിച്ച് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, പാഴാക്കിയല്ലോ, 33 വയസ്സായല്ലോ സിന്ധു, ഞാൻ ഇനി ഇത്രയും 33 വർഷം എനിക്ക് പാഴായി പോയല്ലോ എന്ന് ചിന്തിച്ച് എന്ത് ചെയ്യാനുള്ളത്, എനിക്ക് പിന്നെ എന്നെ ജീവിച്ചിരിക്കേണ്ടെന്ന് കയറി വിചാരിച്ചത്. അങ്ങനെ ചിന്തിച്ചത് മുന്നോട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ട് ചിന്തിക്കണം. ഇപ്പൊ തിരിച്ചു ചിന്തിച്ചോളൂ. നിങ്ങൾ തിരിച്ചൊരു എന്താണ് ഞാൻ ചെയ്തത്, ഒന്ന്. രണ്ടാമത്, മുന്നോട്ട് ഇനി എത്ര വർഷമാണ് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത്. ബാക്കിയെല്ലാം ആഗ്രഹമുള്ളതാണ്, നമ്മുടെ ജീവനവർക്കാണുള്ളത്. അതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. ഒറ്റ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള വസ്തു എന്താ, മരണമാണ്. അത് ആരാണ് നിശ്ചയിക്കുന്നത്, വിവിധയുടെ മരണം നിശ്ചയിക്കുന്നവരാണ്. വിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിലോ എന്താ, വിവിധയല്ലല്ലോ, വിവിധയുടെ മരണം തീരുമാനിക്കുന്നത് മറ്റാരോണല്ലോ. അതുകൊണ്ട് ആ പേടി ആരുടെ കയ്യിലില്ല, ആ പേടി ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ബാക്കിയെല്ലാം പേടിക്കുന്നത്. ഏറ്റവും വലിയ പേടിയായ മരണത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബാക്കി എല്ലാത്തിനും എന്തിനാണ് നമുക്ക് പേടിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് വേണ്ട, പേടിയേ വേണ്ട. എനിക്കിത് നടക്കുമോ ഇല്ലയോ, ഒന്നും പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, വേണ്ട. സ്വപ്നം കണ്ടാൽ, ചിന്തിച്ചാൽ, എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ ദയവായി ആരുമായി എന്ത് ചെയ്യരുത്, ഭർത്താവ് കല്യാണം കഴിച്ച ആൾക്ക് മുട്ടക്കെട്ടിരിക്കുകയാണ്, ഭർത്താവിനോട് എന്ത് ചെയ്യരുത്, ചേട്ടാ ഞാൻ ഇന്ന് പോയി അവിടെ ഈ ക്ലാസ്സെല്ലാം കേട്ടു, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഭർത്താവിനോട് പോലും ഷെയർ ചെയ്യരുത്. പാവപ്പെട്ടവൻ പറയും അമ്മമാർക്ക് ഭ്രാന്താണ്, പറയും നിനക്ക് വേറെ ജോലി നേടി, നീ ഇപ്പൊ സുഖമായി കഴിച്ച് നേടി, നിനക്ക് എന്താ വേണ്ടത്, ചുരിദാർ ഒന്നുകൂടെ വേണോ, സാരി വേണോ, അയ്യോ ഇതാണ് നീ ചോദിച്ച സാരി എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റിയില്ല, നമുക്കിന്ന് വൈകിട്ട് പാർട്ടാസിൽ പോവാം, ഐസ്ക്രീമും കുടിക്കാം, ബിരിയാണി വാങ്ങിച്ചു തരാം. അപ്പൊ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ബിരിയാണി കഴിപ്പെല്ലാം നടക്കുന്നത് കൊണ്ട് ആഗ്രഹവും പോയി, സ്വപ്നവും പോയി. അതുകൊണ്ട് ദയവായി ഭർത്താവിനോട് പോലും പറയരുത്. ഇനി ഭർത്താവിനോട് പറഞ്ഞില്ലെങ്കിൽ ആരുടെങ്കിലും പറയേണ്ടത് വിചാരിച്ചാണ് മറ്റേ കുട്ടിയോട് എന്ന് പറഞ്ഞപ്പോ മറ്റേ കുട്ടി പറഞ്ഞു, അയ്യോ നീ പറഞ്ഞ ഇതിന്റെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഇത് കുഴപ്പമാണടി എന്ന് പറഞ്ഞ് 20-ാം വർഷത്തിൽ വരാൻ പോകുന്ന നഷ്ടം 1-ാം വർഷം തീരുമാനിച്ചിട്ട് ഇപ്പൊ തുടങ്ങണ്ടെന്ന് പറയും. അതുകൊണ്ട് ആരോടും സ്വപ്നം ചെയ്യരുത്. കാണുന്ന ഒരു സ്വപ്നവും ആരോടും ദയവായി പറയരുത്. ചുമ്മാ കിടന്ന് ഞാൻ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ രാത്രിയൊക്കെ ഉറങ്ങാതെയൊക്കെ സ്വപ്നം കാണുമ്പോൾ ഭാര്യ ഇയാൾ എന്താ കിടന്ന് ഉറങ്ങാതെ, എന്താ മനുഷ്യ, ഞാൻ ചുമ്മാ തലവേദന എടുക്കണമെന്ന് പറയും. ഞാൻ നല്ല സ്വപ്നം കണ്ടോട്ട് കിടക്കുകയാണ്, എന്റെ ഇത്ര വയസ്സിലെന്താകണം, അതിനിപ്പോ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാത്രിയൊക്കെ കഴിഞ്ഞിട്ട് 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് സ്വപ്നം കണ്ടു, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആരോടും വിവിധ എന്ത് ചെയ്യരുത്, സ്വപ്നം ഷെയർ ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, ആവശ്യമില്ലാത്ത ഒരു വാർത്തയും
വായിക്കുന്ന ആളാണ്, ഏറ്റവും നല്ലതുപോലെ ചാനൽ കാണുന്ന ആളാണ്, ഫേസ്ബുക്ക് നല്ലതുപോലെ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഏറ്റവും കുറച്ച് വായിക്കുന്ന വാർത്ത എന്താ? ഇപ്പൊ ഏറ്റവും കുറച്ച് വായിക്കുന്ന വാർത്ത ഏതാ? സരിത. സരിത ആരും കൂടെ പോയാൽ എനിക്കെന്താ? എന്തായാലും എനിക്ക് സരിതയെ യാതൊരു ആഗ്രഹമില്ല. സരിതയ്ക്ക് എന്നേലും ഒരു ആഗ്രഹം ഉണ്ടാകും, സാധ്യതയില്ല. എന്നെ കണ്ട ഒരു ആഗ്രഹം ഞാൻ പോകാറുള്ളതുകൊണ്ട് എന്നെ യാതൊരു താല്പര്യം സരിതയ്ക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സരിതയുടെ വാർത്ത ഒരു കാരണവശാലും ചെയ്യാറില്ല. സരിതയുടെ വാർത്ത മാത്രമല്ല, മരണ കോളം ഞാൻ പത്രം എടുത്താൽ ഒരു പ്രാവശ്യവും വായിക്കാറില്ല. സ്പോർട്സ് കോളം ഓടിച്ച് നോക്കാറുള്ളൂ. എനിക്ക് ആ പത്രം 4 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കും. അതേസമയം ഇന്നത്തെ ചിന്താവിഷയം നല്ലതാവുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സമയം കൊടുത്ത് വായിക്കും. ദയവായി ആവശ്യമില്ലാത്തത് ഇന്ന് നിങ്ങളോട് കുൽസലാൽ നന്ദയും നെഹ്റുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ലജ്ജ തോന്നി, എനിക്ക് വിഷമം തോന്നി. നിങ്ങളുടെ പ്രായത്തിൽ 16-15 വയസ്സുള്ളപ്പോൾ സൂര്യന് താഴെയുള്ള ഇതുപോലെ ഏത് വിഷയം ചോദിച്ചാലും ഞാൻ ആൻസർ പറയുമായിരുന്നു. അവിടെ കുൽസലാൽ നന്ദയുടെ ചോദ്യം ചോദിച്ചെങ്കിൽ ഇതുവരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരുടെ പേരും വർഷവും ഞാൻ പറയുമായിരുന്നു. എനിക്ക് കാണാൻ പാടമായിരുന്നു. നിങ്ങൾ എന്ത് അങ്ങനെ ചിന്തിക്കാത്തത്? ജീവിത വിജയം തിരിച്ചു ചിന്തിച്ചോളൂ. വിജയം നിങ്ങൾക്കുള്ളതാണ്. തിരിച്ചു ചിന്തിച്ചോളൂ. ആവശ്യമില്ലാത്തൊരു കാര്യവും ചിന്തിക്കരുത്. ചിന്തിച്ച് മനസ്സിനെ വഷളാക്കരുത്. കാരണം ജീവിതം ആർക്കുള്ളതാ? നമുക്കുള്ളതല്ലോ. ഇയാളുടെ ജീവിതം ആർക്കുള്ളതാ? നിങ്ങൾ സ്വയം എന്ന് പറയുന്നത് എനിക്കുള്ളതാണ്. ഞാൻ എന്തിനായി ഭൂമിയിൽ വന്നത്? ആനന്ദിക്കാൻ. ഞാൻ എന്തിനായി ഭൂമിയിൽ വന്നത്? നിങ്ങൾ സ്വയം പറഞ്ഞോളൂ. എന്തിനായി ഭൂമിയിൽ വന്നത്? വളരെയധികം സന്തോഷിക്കാൻ. എന്തെങ്കിലും ദുഃഖം വേണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ഒരാഗ്രഹമുണ്ടോ? സഹപ്രവർത്തകർക്ക് ദുഃഖം വേണമെന്ന് ആഗ്രഹമുണ്ടോ? വീട്ടുകാർക്ക് ദുഃഖം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ആനന്ദിക്കാനാണ് വന്നത്, സന്തോഷിക്കാനുമാണ്. അതുകൊണ്ട് മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഓരോ വാർത്തയും, ഞാനിപ്പോ ഈ ഗവൺമെന്റിന്റെ അടുത്ത് പറയുന്നത് സരിതയെ വായിച്ചു അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എടുത്തതല്ല. എനിക്ക് ഇയാൾ UDF കാരനാണോ സരിതയെ വായിച്ചെന്ന് അങ്ങനെ എടുത്തതല്ല. അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ LDF ഭരിച്ചാൽ UDF ഭരിച്ചാൽ ഒക്കെ ഉള്ള കാര്യം പറഞ്ഞു. നമുക്ക് ആവശ്യമില്ലാത്ത വാർത്തകൾ എന്ത് ചെയ്യരുത്? വായിക്കരുത്. നമ്പർ 1. നമ്പർ 2, ആവശ്യമില്ലാത്തവരോട് ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്യരുത്. സംസാരിച്ചോളൂ, ചർച്ച ചെയ്തോളൂ. നാത്തൂനോട് ചെന്ന് പറഞ്ഞു മാർക്ക് കിട്ടിയ കാര്യം പറഞ്ഞപ്പോ മാമിയോട് മാർക്ക് കിട്ടിയ പോലെ നീ ഇപ്പൊ നിനക്കിപ്പോ മാർക്ക് കിട്ടുന്ന കാര്യം, അപ്പുറത്തെ കൊച്ചിന് റാങ്ക് കിട്ടി, നീ ബോഡി എന്ന് പറയും. ഒരു കാരണവശാലും മാമിയെ വെറുക്കുകയും ചെയ്യരുത്. എന്നാൽ മാമിയോട് മാർക്കിന്റെ കാര്യം പിന്നെ ജന്മകാലം പറയുകയും ചെയ്യരുത്. മാമിയെ വർദ്ധിക്കരുത്. മാമി നമ്മളെ സ്വന്തം മാമിയാണ്. ദയവായി പറയേണ്ടവരെ പറയേണ്ടതുവരെ പറയാവൂ. നിർത്തേണ്ടത് വളരെ കൃത്യമാണ്. സ്വപ്നം കാണുന്ന പോലെ തന്നെ വളരെ പ്രധാനമാണ്. പിന്നെ ഒരു കാര്യത്തെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞു. ചുമ്മാ ആഗ്രഹിച്ചു. പിന്നെ എന്തിനാ ആഗ്രഹിക്കണം? തീവ്രമായി ആഗ്രഹിച്ചാൽ മതിയോ? വീണ്ടും ആഗ്രഹിക്കണം. കിട്ടിയേ തീവ്രമായി ആഗ്രഹിക്കണം. പക്ഷെ ഒരു കാര്യത്തിനാണ് അതിനുവേണ്ടി എന്ത് ചെയ്യരുത്? ഒരു സാധനം കൂടെ അതിന്റെ കൂടെ ഇടണം. നിങ്ങൾ ആഗ്രഹിച്ചു, കിട്ടും. പക്ഷെ ഒരു സാധനം കൂടെ അതിന്റെ കൂടെ ഇടണം. എന്താണ്? പായസം വെക്കണം, ചോറ് വെക്കണം, സാമ്പാർ വെക്കണം, എല്ലാ ഐറ്റവും ഇട്ടു. പക്ഷെ ഒരു സാധനം കൂടെ കൊടുക്കണമല്ലോ. എന്താ കൊടുക്കണ്ടേ? തീ കൊടുത്തു, ഗ്യാസും എല്ലാം കൊടുക്കും. പക്ഷെ ഒരു സാധനം കൂടെ കൊടുക്കണം. എന്താണ്? പച്ചക്ക് അരിഞ്ഞ് എല്ലാം കൂടെ നമ്മൾ വെക്കാനിട്ടു. ഇട്ടത് റെഡിയായി വരണമെങ്കിൽ എന്തുകൂടെ കൊടുക്കണം? ആവശ്യത്തിന് സമയം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? സമയം മാത്രം കൊടുത്താൽ പോരാ. സമയം കൊടുക്കണം, ഇളക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് സാമ്പാറിന് വെച്ചോളൂ, ഇടയ്ക്കിടയ്ക്ക് പൊടി ഇടണം, ഇടയ്ക്ക് ഉപ്പ് നോക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒരുപാട് പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ് വളരെ ശ്രദ്ധയോടെയല്ല, ക്ഷമയോടെ എന്ന് പറഞ്ഞാൽ സാമ്പാർ നന്നാവണമെന്ന് ചിന്തിക്കുന്ന പോലെ സ്വന്തം ജീവിതം വളരെ ഭംഗിയായി വരണമെങ്കിൽ എന്തെല്ലാം എഫർട്ട് ഇട്ടാലും എത്ര തീവ്രമായി ആഗ്രഹിച്ചാലും എന്ത് കൊടുക്കണം? സമയം കൊടുക്കണം. ക്ഷമ വളരെ ആർക്ക് ക്ഷമ കൊടുക്കണം? മനസ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്ക് വാങ്ങുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ഉത്സവം. ഉടനെ ഉത്സവം പറക്കി പോയി. അപ്പുറത്ത് ഉടനെ സരിതയുടെ ഹോട്ട് ന്യൂസ്, ഉടനെ അത് കണ്ടു, ഉടനെ മമ്മൂട്ടിയുടെ മെഗാ ഷോ, ഉടനെ റിയാലിറ്റി ഷോ. മനസ്സിങ്ങനെ ഓടുക. നിങ്ങളെന്തിനാ മനുഷ്യ കേൾക്കുക? അതപ്പുറത്ത് നടന്നോട്ടെ. ഞാൻ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? എന്റെ തീവ്രമായ ലക്ഷ്യത്തിലേക്ക്, എന്റെ തീവ്രമായ ആഗ്രഹത്തിലേക്ക്, എന്റെ തീവ്രമായ സ്വപ്നത്തിലേക്ക്. ഈ തീരുമാനം എടുത്ത ആരാണ്?
അതുകൊണ്ട് വേറെ തിയറി ഉണ്ട്, സോഷ്യൽ തിയറി ഉണ്ട്. ആരെയും പറ്റിക്കാം, പക്ഷെ സ്വയം എന്ത് ചെയ്യരുത്? നിങ്ങൾ മറ്റാളെ പറ്റിക്കോളൂ, പക്ഷെ സ്വയം എന്ത് ചെയ്യരുത്? സാറിനെ പറ്റിക്കരുത്. അത് സോഷ്യൽ തിയറിയിലേക്ക് വരുമ്പോൾ വേറെ പ്രശ്നമാണ്. അവർ നമ്മളെ കുഴപ്പം. സ്വയം പറ്റിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ കള്ളം പറഞ്ഞാൽ ആരും അറിയില്ല, ഞാൻ പഠിക്കാതിരുന്ന ആരും അറിയുന്നില്ല, ഞാൻ വേലത്തരം കാണിച്ചാൽ ആരും അറിയുന്നില്ല, ആരും കാണാതിച്ചാൽ അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് വസ്തുക്കൾ എല്ലാ ആക്ഷനും കാണുന്നു. ദൈവം എന്നൊന്നും പറയുന്നില്ല, ദൈവം എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതെല്ലാം പ്രപഞ്ചത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി സ്വയം എന്ത് ചെയ്യരുത്? സ്വയം എന്ത് ചെയ്യരുത്? സ്വയം ആത്മനിന്ദ എന്നൊക്കെ പറയും. സ്വയം ആത്മനിന്ദ പാടില്ല. അപ്പൊ വളരെ ഗൗരവമായി ചില തിയറികൾ നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ, സ്വയം തന്നെ ഉണ്ടാക്കിക്കോളൂ. ആഗ്രഹം വളരെ തീവ്രമായ ആഗ്രഹം, വളരെ തീവ്രമായ സ്വപ്നം, ക്ഷമയോടെ ഇരുന്ന് കാണുക. ഈ സ്വപ്നം കാണാൻ നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് സ്വപ്നം കാണാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സമയം കിട്ടാത്തതായിരിക്കും നിങ്ങളെ കൂടുതൽ വിഷ്ണു നിങ്ങളെ കൂടുതൽ ശല്യം ചെയ്യാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ടൈം എടുപ്പിക്കാത്തത്. എത്ര പേർ സത്യസന്ധമായി സ്വപ്നം കാണാൻ പറ്റാത്തവന്ന് കൈ ഉയർത്തിയ കണ്ടവരായിരിക്കും ഭൂരിപക്ഷം ഞാൻ വിചാരിച്ചു വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ 10 മിനിറ്റ് കൊണ്ട് മനസ്സിൽ ഒരുപാട് ചിന്തകൾ കയറി വന്ന് സ്വപ്നം കാണാൻ പറ്റാത്തവന്ന് കൈ ഉയർത്തി. ഒരുപാട് മറ്റ് ചിന്തകളൊക്കെ കയറി വന്നതുകൊണ്ട് എനിക്കത് കറക്റ്റ് 10 മിനിറ്റ് ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ശരിയല്ലേ? ബാക്കി എല്ലാവരും കറക്റ്റായിട്ട് കണ്ടവരാണ്. വേറെ ഒരു ചിന്തയും മനസ്സിൽ വന്നില്ല. വന്നു വേറെ ബാക്കിയുള്ളവരെല്ലാം സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയോണ്ട് കൈ വഞ്ചിക്കരുത്, സ്വയം വഞ്ചിക്കരുത് പ്ലീസ്. ഇനിയോണ്ട് കൈ. ഞാൻ വീണ്ടും പറയുന്നു, സ്വയം വഞ്ചിക്കരുത് പ്ലീസ്. കൈ വരുന്നത് പറ്റൂല കുഞ്ഞുങ്ങളെ. അദ്ദേഹം തിയറിയാണ് പറഞ്ഞത്. വിഷ്ണു പറഞ്ഞ തിയറിയാണ്. ആ തിയറി നിങ്ങൾ എടുക്കണം. 10 മിനിറ്റ് ശരിയാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? ആ തിയറി പ്രാക്ടീസ് ചെയ്യണം. വളരെ സീരിയസ് ആയി പ്രാക്ടീസ് ചെയ്യണം. വളരെ സീരിയസ് ആയി പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രശ്നം എന്താ? ഒരുപാട് ചിന്തകൾ വരും, ഒരുപാട് മോഹിപ്പിക്കുന്ന. ലോകം മുഴുവൻ എന്താണ്? ലോകം മുഴുവൻ എന്താ? നമ്മൾ കാണുന്ന മുഴുവൻ എന്താ? മോഹിപ്പിക്കുന്നതാണ്. ലോകം മുഴുവൻ മോഹിപ്പിക്കുന്നതാണ്. നമ്മുടെ സമയം നമുക്ക് വിനിയോഗിക്കാൻ സമ്മതിക്കത്തില്ല, വീട്ടുകാർ കല്യാണത്തിൽ എല്ലാം ഒരുപാട് മോഹിപ്പിക്കുന്നതാണ്. ആ മോഹങ്ങൾക്കിടയിലൊക്കെ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ എന്ത് ചെയ്യണം? നമ്മളെ പേരെന്താ? അനീറ്റ തന്നെ എന്ത് ചെയ്യണം? കൊച്ചാളാ. ഒന്ന് അനീറ്റ എന്ത് ചെയ്യണം? അനീറ്റ എങ്ങനെ പറഞ്ഞേ? അനീറ്റ പറഞ്ഞേ. ഞാനീ പറഞ്ഞു വെച്ചോണ്ട് എന്ത് ചെയ്യണമെന്നാ? നമ്മൾ സ്വയമല്ല. ഞാനൊരു കാരണവശാൽ അനീറ്റയായിട്ട് യോധന ബന്ധമല്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ കാണുന്നില്ല. സ്വയം പറയുക. അനീറ്റ എന്ത് ചെയ്യണം? അനീറ്റ സ്വന്തമായി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പഠിച്ചിറങ്ങണം. തിരിച്ചറിയണമെന്നല്ല, ഇന്ന് തന്നെ സ്വന്തമായി ആർക്കാ പറയാൻ പറ്റുമോ? ഒന്ന് അനീറ്റ ഇരുന്ന് ആരാ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ ഇത്രയും വെച്ചുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം ഒന്ന് വിലയിരുത്തണം. എന്തിനു വേണ്ടി? ഞാൻ ആരാകും? എനിക്ക് എന്താകണം? ഞാൻ ആരാകും? എനിക്ക് എന്താകണം? ഇന്ന് തന്നെ പറ്റത്തില്ല. ഒരുപക്ഷെ വിഷ്ണു പറഞ്ഞ പോലെ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ടുള്ളത് ചിലപ്പോൾ 5 വിഷ്ണുവാസന പറഞ്ഞു 5-6 ദിവസം എടുക്കുമല്ലോ, പല ദിവസം എടുക്കില്ലല്ലോ. പക്ഷെ പല ദിവസം എടുത്ത് തീരുമാനം എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീരുമാനം എടുത്താൽ അത് പിന്നെ അത് ഉറങ്ങരുത്. ഏതുറങ്ങരുത്? നിങ്ങൾ ഉറങ്ങിയാലും ആരും ഉറങ്ങരുത്. നിങ്ങൾ ഉറങ്ങിയാലും. ഇനി അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ? പറ്റുന്നില്ല. ഇന്ന് തീരുമാനിച്ച് പെട്ടെന്ന് നാളെ പറ്റുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തോളൂ? വേറെ മാർഗമുണ്ട്. എന്ത് ചെയ്യണം? ഈ തീരുമാനം എന്ത് ചെയ്യണം? എഴുതണം. എങ്ങനെ എഴുതണം? ബ്ലാക്ക് ആൻഡ് പെൻ എഴുതണം. എഴുതി എന്ത് ചെയ്തോളൂ? ഉറങ്ങുന്ന സ്ഥലത്തൊന്ന് ഒട്ടിച്ചു വെച്ചോളൂ. പഠിക്കുന്നവരാണെങ്കിൽ എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്തോളൂ? ഞാൻ എക്സസൈസാ പറയുന്നത്. എന്നിട്ടും പറ്റിയില്ലെങ്കിലോ അവിടെ എഴുതിയിട്ടും അങ്ങോട്ട് നോക്കൂല. രാവിലെ അങ്ങോട്ട് മാത്രം നോക്കൂല, ബാക്കി എല്ലായിടത്തും നോക്കി. അല്ലെ അങ്ങോട്ട് നോക്കിയാൽ തീരുമാനം എടുക്കണമല്ലോ. അവിടെ അങ്ങോട്ട് നോക്കൂല. ഭാസ്കര സാറിന്റെ അടുത്ത പഠിച്ചാൽ അങ്ങോട്ട് നോക്കൂല, ഇങ്ങോട്ട് നോക്കി. എങ്കിലും എന്ത് ചെയ്തോളൂ? എന്ത് ചെയ്യണം പോലെ? അങ്ങനെയും പറ്റിയില്ലെങ്കിൽ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെയും പറ്റിയില്ലെങ്കിലോ? അറിയില്ല. ഒരു തുണ്ടിൽ എഴുതി പോക്കറ്റ് ഇട്ടേക്കണം. അല്ലെങ്കിൽ മൊബൈലിൽ എന്ത് ചെയ്യണം? മൊബൈലില് വൈബ്രേറ്റ് ചെയ്ത് മെസ്സേജ് ആക്കിയിട്ടേക്കോ. എന്നിട്ടൊരു ടൈം ഇട്ടോളൂ. ഒരു ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇത് വൈബ്രേറ്റ് ചെയ്ത് അടിക്കും. എന്ത് നോക്കുമ്പോൾ ഈ എടുത്ത തീരുമാനം എവിടെ കാണും?
എങ്ങനെയായാലും പല രൂപത്തിൽ എവിടെ കയറ്റണം? എവിടെ കയറ്റണം? മനസ്സിലല്ല, വേറൊരു മനസ്സിൽ. മനസ്സിന്റെ അകത്തൊരു മനസ്സുണ്ട്. മനസ്സിന്റെ അകത്തൊരു മനസ്സുണ്ട്. എവിടെ? ഉപബോധ മനസ്സിൽ കയറ്റണം. കയറ്റിയത് സീരിയസ് ആയിട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഉറങ്ങത്തില്ല. നിങ്ങൾ കിടന്നാലും എന്ത് വരത്തില്ല? ഉറക്കം വരുന്നില്ല. പരീക്ഷയ്ക്ക് ജയിച്ചിട്ടേ നിങ്ങൾ ഉറങ്ങുള്ളൂ. നല്ല മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾ ചെയ്യുള്ളൂ. അസൈൻമെന്റ് ഉണ്ടെങ്കിൽ അസൈൻമെന്റ് ചെയ്ത് തീർത്തിട്ടേ എന്ത് ചെയ്യുള്ളൂ? ഉറങ്ങുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ തീർന്നു. അപ്പൊ നിങ്ങൾ ഒന്ന് പല രൂപത്തിൽ സ്വപ്നം കണ്ടോളൂ, എഴുതി വെച്ചോളൂ. 14 ദിവസം, ഇദ്ദേഹം പറഞ്ഞ പോലെ 21 ദിവസത്തെ കാര്യം പറഞ്ഞതുപോലെ 14 ദിവസം നിങ്ങൾ തുടർച്ചയായി എടുത്ത് വായിക്കുകയാണെങ്കിൽ എന്ത് കിട്ടുമെന്നാണ്. ഇതെല്ലാം ശാസ്ത്ര സമൂഹം പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്ത ആളല്ല, എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആരും പറഞ്ഞു തരാൻ ആദ്യത്തെ കാലമുണ്ട്. ഞാൻ നഷ്ടപ്പെട്ടത്. ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സൊന്നും കിട്ടിയിട്ടില്ല. അവരുടെ കൂടെയാണ് ഞാൻ ക്ലാസ്സിലൊക്കെ വരുന്നത്, എടുക്കാനൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ 14 ദിവസം തുടർച്ചയായി എന്ത് ചെയ്താൽ, തുടർച്ചയായി നിങ്ങൾ അതെടുത്ത് വായിച്ച് ആ ചിന്തയിൽ തന്നെ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് 14 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് തരുമെന്ന് പറയുന്നത്? ആ ചിന്ത പതിയും. നിങ്ങൾ നല്ല ചിന്തയാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടെസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കാര്യം എനിക്ക് അല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാറ്. നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ തിരിച്ച് ചിന്തിക്കുക. അപ്പൊ ഞാൻ ആരാണ്, എന്താണ് ഈ ഭൂമിയിൽ വന്നത്, എന്താണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെ ചിന്തിച്ചു കൂട്ടുമ്പോൾ വളരെ ഗൗരവമായ ഒരു കാര്യം കണ്ടെത്തണം. ഈ ചിന്തിക്കുന്നത് എന്താ കണ്ടെത്തേണ്ടത്? എന്റെ ഏറ്റവും വലിയ 2 കാര്യം കണ്ടെത്തണം. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യമൊക്കെ ഫിക്സ് ചെയ്തു. ചിന്ത വന്നു, സ്വപ്നം വന്നു, തീവ്രമായ ആഗ്രഹിച്ചു. ശരി, നല്ല ജോലി കിട്ടണം, ഇന്ന സ്ഥലത്തെത്തണം, അവാർഡ് കിട്ടണം, നല്ല അധ്യാപകനാണ്, ദേശീയ അംഗീകാരം കിട്ടണം, ഒക്കെ സംഭവിച്ചു. അല്ലെങ്കിൽ 1 ലക്ഷം കുട്ടികളെ പഠിപ്പിച്ചിറങ്ങണം. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പല സ്വപ്നങ്ങളുണ്ട്. നല്ല കലാകാരനാവണം, നല്ല കമ്പ്യൂട്ടർ സ്വപ്നങ്ങൾ, പല സ്വപ്നങ്ങളാണ്. ഇതെല്ലാം തീരുമാനിച്ചാൽ 2 കാര്യം നിങ്ങൾ കണ്ടെത്തണം. അത് ഏറ്റവും പെട്ടെന്ന് ജീവിതത്തിൽ കണ്ടെത്തുന്നവൻ പെട്ടെന്ന് വിജയിക്കും. എനിക്ക് വളരെ കുട്ടിക്കാലത്ത് കണ്ടെത്താൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ വിജയമെന്ന് ഞാൻ വിചാരിക്കുന്നത്. 2 കാര്യം പെട്ടെന്ന് കണ്ടെത്തണം. ഒന്ന്, അതെല്ലാം കഴിഞ്ഞു. എന്തിനാണ് ജനിച്ചത് എഴുതി, അതെല്ലാം എഴുതി കഴിഞ്ഞു. എന്തിനാണ് ജനിച്ചത്, ലക്ഷ്യം എന്താണ്, എല്ലാം കഴിഞ്ഞു. ഇനി 2 കാര്യം, പുതിയ 2 കാര്യം കണ്ടെത്തണം. ഞാൻ പറയാറുണ്ട്, സമൂഹത്തിൽ എന്ത് ചെയ്യാനുള്ളത് സാമൂഹ്യ അംഗീകാരത്തിലുണ്ട്. അല്ലാതൊരു കാര്യം പെട്ടെന്ന് നിങ്ങളെ സ്വന്തം സമ്മതിക്കുന്നതാണ്. 2 കാര്യം കണ്ടെത്തണം. പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണത്തിന് ഞാൻ വേറെ വാക്കിൽ പറയട്ടെ. വേറെന്താണ്? രഞ്ജിനിക്ക് ഒരു കയ്യടി കൊടുക്കണം. ഞാൻ ബാലേന്ദ്ര സാർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കയ്യടിച്ചു. ബാലേന്ദ്ര സാറിനോടുള്ള സ്നേഹം കൊണ്ടല്ല കയ്യടിച്ചു. ഞാൻ കയ്യടിച്ചെന്തിനാണ്? എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എനിക്കൊരു ചെറിയ സുഖം തോന്നി ആ കസേരയിരുന്നു. ആ സുഖം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഒന്ന് എനർജി വരാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും കയ്യടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആഞ്ഞ് കയ്യടിക്കണം. കയ്യടിച്ച ആർക്കാരുടെ ഗുണം? നമുക്കല്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും. ഈ നമുക്കെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം നമുക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. സ്വന്തമായിട്ട് നന്നാവുന്ന കാര്യം പറയണേ. അപ്പൊ അവിടെ കയ്യടിക്ക. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഏത് പ്രസംഗത്തിൽ പോയാലും, ആര് പ്രസംഗിച്ച് തീർന്നാലും ഞാൻ എന്ത് ചെയ്യും? ചുമ്മാ കൈയടിച്ചോണ്ടേയിരിക്കും. അപ്പൊ പലരും ചോദിക്കും, അവര് ഭ്രാന്തണ്ടാണ്, നിർത്തണ കൈ. അവര് നിർത്തണ, നീ നിർത്തണ, കോളേജിലൊക്കെ പഠിക്കും, നീ പോടാ. അപ്പൊ എന്റെ ഉള്ളിലെന്തുണ്ട്? വേറെ ചിന്തയുണ്ട്. കിട്ടുന്ന ഓരോ അവസരവും, ഓരോ കൊച്ചവസരവും അവസരത്തിന്റെ പ്രത്യേകത എന്താണ്? ലോക തിയറിയാണ്, പ്രപഞ്ച തിയറിയാണ്. അവസരത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നിച്ചല്ല വരുന്നത്. കടമുണ്ടായത് ഓരോ തുള്ളി മഴ വന്നിട്ടാണ്. എല്ലാം ഉണ്ടായത് തുള്ളികളായിട്ടാണ്. തുള്ളി മീൻസ് ചെറുതായിട്ടാണ്. പഠിച്ച് എല്ലാം വലിയ ആളായതും ഒരുപാട് ദിവസത്തെ പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് വർഷത്തെ. അതുകൊണ്ട് ഒന്നിച്ചാർക്കൊന്നും വരാറില്ല. കൊച്ചു അവസരമായിട്ടാണ്. ആ അവസരങ്ങളെ ഓരോ അവസരത്തെയും അപ്പൊ ഫ്രണ്ടിലിരിക്കാൻ അവസരം കിട്ടുമ്പോൾ എവിടെ പോയിരിക്കണം? അപ്പൊ ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമുക്കല്ല തീരുമാനം എടുത്തത് പിരിയാൻ പറ്റുള്ളൂ. ഞാൻ ലാസ്റ്റ് പറയാം. ചില തീരുമാനം എടുത്താൽ നമുക്ക് പിരിയാൻ പറ്റുള്ളൂ. അപ്പോ ഗുണം, ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ത്? എന്റെ സ്ട്രെങ്ത് എന്ത് സമ്മതിച്ചു. രണ്ടാമതോ, ദോഷത്തിന് വേറെ വാക്ക് പറഞ്ഞേ. സ്ട്രെങ്ത് പറഞ്ഞാൽ നമുക്കറിയാലോ. വീക്ക്നെസ്, കുറവെന്താണ്? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാത്തതാണ് എന്റെ കുറവ്. കണ്ടെത്തണം. ജനറൽ നോളജ്. ഇന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞാനാണെന്ന് വീട്ടിൽ പോയാൽ സത്യത്തിൽ ഞാനിന്ന് ഉറങ്ങത്തില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ സത്യം പറയുന്ന ആളാണ്. സത്യം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എല്ലാ സത്യത്തിലും പറ്റത്തില്ല സമൂഹത്തിലെങ്കിലും പരമാവധി സത്യം ചെയ്യുന്ന ആളാണ്. ചെയ്യാതെ ചുമ്മാ സത്യം ചെയ്യാനല്ല, ജീവിതത്തിൽ. ഇന്ന് ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു.
ബാലേന്ദ്ര സാർ ചോദിച്ചതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എൻ്റെ അടുത്ത് ഞാൻ ഇന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പക്ഷേ കരഞ്ഞേനെ. എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, സാറ് ജവഹർലാൽ നെഹ്റുവിനെ അറിഞ്ഞൂടെ, ഋഷിലാൽ നന്ദി 2 പ്രാവശ്യം പ്രധാനമന്ത്രി ആൾ അറിഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്ത് ചെയ്യത്തില്ല, ഉറങ്ങില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഞാൻ വീട്ടിലോ അടുത്ത ലൈബ്രറിയിലോ എവിടെയെങ്കിലും പോയി ജനറൽ ബുക്ക് വാങ്ങി അത്യാവശ്യം ഇനി ഒരാൾ എന്നോട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കുറിച്ച് ആരെക്കുറിച്ച് ചോദിച്ചാലും എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ട് അങ്ങനെ മിനിമം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയാൻ ഞാൻ ശ്രമിക്കും, തിരിച്ചു ശ്രമിച്ചോളൂ. അപ്പൊ അവസരങ്ങൾ വരുന്നത് അതേസമയം നിങ്ങൾ ഒരാൾ പറഞ്ഞിരുന്നു വിചാരിക്കുക, ഇവിടെ ചോദിച്ചത് ഒരാൾ പറഞ്ഞിരുന്നു, അയാൾക്ക് എന്ത് കിട്ടിയാലേ ആവശ്യമുള്ള കൈകടി കിട്ടിയാലേ. ഇനി എല്ലാ ചോദ്യത്തിനും ഒരാൾ ഉത്തരം പറഞ്ഞിരുന്നെങ്കിലോ ഇന്നത്തെ ഈ പരിപാടിയിൽ താരം ആരാകുമായിരുന്നു? ഇപ്പൊ ഉദാഹരണത്തിന് സൂര്യയാണ് എല്ലാ ആൻസറും പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ താരം ആരാകുമായിരുന്നു? സൂര്യ ആകുമായിരുന്നു. അവസരങ്ങൾ വരുന്നത് ചെറുതായിട്ടാണ്, അപ്പോഴാണ്, വല്ലപ്പോഴുമാണ്. എപ്പോഴും വരാം. കൈയടിക്കാൻ അവസരം വരുന്നത് പ്രസംഗം കഴിയുമ്പോൾ മാത്രമാണ്, അല്ലേ? നിങ്ങൾ ആരും വല്ലപ്പോഴാണ് വരുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്? വീക്ക്നെസ് എന്ത് ചെയ്യണം? സ്ട്രെങ്തിന് എന്ത് ചെയ്യണം? സ്ട്രെങ്തിന് എന്ത് ചെയ്യണം? എനിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഇനി അതങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് മാത്രം പിടിച്ചു പോയാൽ സ്ട്രെങ്ത് പിന്നെ എങ്ങോട്ട് പോകും? വീക്ക്നെസ് മാത്രം പിടിച്ചു പോയാൽ അതിനെ നന്നാക്കി പോയാൽ സ്ട്രെങ്ത് എങ്ങോട്ട് പോകും? വീണ്ടും പിന്നെ അനാലിസിസ് നടത്തുമ്പോൾ എങ്ങോട്ട് പോകും? വീക്ക്നെസ്സിലേക്ക് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്ട്രെങ്തിനെ വീണ്ടും വീണ്ടും വളർത്തണം, വീക്ക്നെസ്സിനെ കുറയ്ക്കണം. അപ്പൊ ജനറൽ നോളജാണ് എന്റെ വീക്ക്നെസ്. നിങ്ങൾ ആരും ഒരു ജോലി കിട്ടാൻ ഇന്നത്തെ ടെസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ല. ഞാൻ നിങ്ങളെ വളരെ പറയുന്നത് മോശമാണ്. നിങ്ങളെല്ലാം PSC ടെസ്റ്റ് എഴുതുന്നവരല്ലേ? PSC ടെസ്റ്റ് എഴുതുന്ന ആരെങ്കിലുണ്ടോ? ആരെങ്കിലുണ്ടോ എഴുതാത്തവർ? PSC ടെസ്റ്റ് എഴുതാൻ ഇനി ജീവിതത്തിൽ എഴുതൂല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും? PSC ടെസ്റ്റ് ഞാൻ എഴുതില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും? PSC ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലേ? നിങ്ങൾ ജനറൽ നോളജ് പഠിക്കില്ല എന്ന് ശബ്ദം എടുത്തിരിക്കുകയാണ്. പഠിക്കുകയായിരുന്നെങ്കിൽ ബാലേന്ദ്ര സാറിനോട് ചെയ്തേ ആൻസർ പറഞ്ഞേനെ. ജനറൽ നോളജ് പഠിക്കാതെ എങ്ങനെയാണോ PSC ടെസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ തിരിച്ചിരിച്ചോളൂ. ഓരോ കൊച്ചവസരവും എങ്ങനെ പ്രയോജനപ്പെടുത്താം. അവസരങ്ങൾ വരുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ സമയം ഒരുപാട് എടുക്കുന്നു. അവസരങ്ങൾ വരുന്ന കാര്യം പറഞ്ഞു. സ്ട്രെങ്തിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ചെറിയൊരു കവിത എഴുതാൻ കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വല്ലപ്പോഴും കവി എഴുതണം. ചെറിയൊരു പാട്ടിന് മൂളിപ്പാട്ടെങ്കിലും പാടിയാൽ ചെറിയൊരു കഴിവെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്നു, മനസ്സ് എന്നോട് പറയുന്നു, എന്താണ്? എടാ പേരെന്താ പറഞ്ഞ പേരെന്താ? അനന്തൂർ മൂളിപ്പാട് ഇന്നലെ വരെ ഒരു പാട്ടും പാടിയില്ല. ഒരു ദിവസം രാവിലെ ബാത്റൂമിൽ കയറിയപ്പോൾ അനന്ത് നല്ല നീട്ടി പാടുകയാണ്. അമ്മ ചോദിച്ചാൽ നീ നല്ല പാട്ടാണോ എന്ന് പറഞ്ഞ് മിണ്ടായില്ലാന്ന് പറയാതെ രഹസ്യമായി എല്ലാ ദിവസവും കുളിക്കുമ്പോൾ അനന്ത് ഓരോ പാട്ട് വീതം പാടണം. അനന്തുവിന്റെ മനസ്സ് പറയുകയാണ്, അനന്തുവിന്റെ ശരീരം പറയുകയാണ്, നിനക്ക് ഈ പാട്ടറിയാം. അനന്തു അതിനെ വളർത്തണം. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഏത് രൂപത്തിലാണ് നിങ്ങളിൽ വരുന്നതെന്ന് അറിയില്ല. ഡോക്ടറുടെ രൂപത്തിൽ വരാം, പാട്ടുകാരന്റെ രൂപത്തിൽ വരാം, പാട്ടുകാരുടെ രൂപത്തിൽ വരാം, ഉണ്ടയുടെ രൂപത്തിൽ വരുമെന്ന് ഞാൻ പറയുന്നില്ല, പോലീസിന്റെ രൂപത്തിൽ വരാം. നിങ്ങളെ രക്ഷിക്കാൻ പല രൂപത്തിൽ പ്രപഞ്ചം നിങ്ങളെടുത്ത് വരാം. നിങ്ങൾ അതൊന്നും മനസ്സിലായില്ല എന്ന് കരുതും. അപ്പൊ സ്ട്രെങ്തുകളെ പരമാവധി എന്ത് ചെയ്യണം? പരമാവധി സ്ട്രെങ്ത് ആക്കണം. വീക്ക്നെസ്സുകളെ പരമാവധി. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കണം. വീട്ടിൽ പോയി എന്റെ സ്ട്രെങ്ത് എന്ത്, എന്റെ വീക്ക്നെസ് എന്ത്. എന്റെ വീക്ക്നെസ്, ഒന്നാമത്തെ വീക്ക്നെസ് ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ എല്ലാവരുടെയും ഒന്നാമത്തെ വീക്ക്നെസ് ഞാൻ കണ്ടുപിടിച്ചു. എന്താണ്? ജനറൽ നോളജ് വട്ടപൂജ്യമാണ്. അവിടെ നിങ്ങൾ ആരും PSC ടെസ്റ്റ് എഴുതിയാലും ജയിക്കാൻ ഇപ്പോഴത്തെ ഇന്നത്തെ നിലയിൽ യോഗ്യത ഇല്ല. എലിമിനേഷൻ റൗണ്ടിൽ തന്നെ നിങ്ങൾ അടിച്ചുപോയി. നടത്തുമ്പോൾ നിങ്ങളിപ്പോ അടിച്ചുപോയി. ഇന്ന് തന്നെ ഒരു ബുക്ക് വാങ്ങിക്കോളൂ. ഞാൻ ബുക്ക് വാങ്ങിയ ആളാണ്, എഴുതുന്ന ആളാണ്. ഞാൻ നല്ല സഞ്ചാരിയാണ്. സഞ്ചരിക്കുമ്പോഴൊക്കെ എന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഡയറി ഉണ്ടായിരുന്നു. ഏത് നല്ല സ്ഥലം കണ്ടാലും ഞാൻ എഴുതിയെടുത്ത് വെക്കുമായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ ഗ്രാമങ്ങൾ വരെ എനിക്കിന്ന് അറിയാം. അറിവ് പല രൂപത്തിലാണ് കിട്ടുന്നത്. വളരെ പല രൂപത്തിലാണ് കിട്ടുന്നത്. പെട്ടെന്ന് ദിവസം കൊണ്ട് സ്കൂളിൽ നിന്ന് കിട്ടുന്നതല്ല, ഇവിടെ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോ ചിന്തിച്ചോളൂ. ഇന്ന് തന്നെ വളരെ ഗൗരവമായി വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണ് എഴുതണം. സ്ട്രെങ്തുകളിൽ ഞാൻ പറയുന്നത് ഒരുപാട് കഴിവുണ്ട്.
പറഞ്ഞ പോലെ കഴിവുകൾ എന്താ നിങ്ങളെ അത് പറഞ്ഞ് ഞാൻ ഒന്ന് നോക്കും. എന്താ കഴിവുകൾ? എന്താ ചങ്ങാതിയുടെ കഴിവ്? ഞാൻ പറഞ്ഞിരിക്കുന്നതിനെ മാത്രമേ ശല്യം ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ടെക്നോളജി വന്നു ജയിച്ചു വേണം പെട്ടെന്ന് ഓടിവാ. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹമായിരുന്നു ഞാനെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിച്ചത് ഇദ്ദേഹത്തിന് വരെ ഞാൻ എന്നെ അനുഭവം ആരും വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും ചെയ്തേനെ. എനിക്കൊരു ചെറിയ അസൂയയും തോന്നിയേനെ. ബാക്കിയുള്ളവർക്ക് സങ്കടമല്ല വന്നത്, ബാക്കിയുള്ളവർക്ക് അവർ രക്ഷപ്പെടുവോ? ജീവിതത്തിൽ രക്ഷപ്പെടുവോ? ഞാനങ്ങനെ പറയുന്നില്ല പോലെ രക്ഷപ്പെടുക പോസിറ്റീവായിട്ടല്ലോ കേട്ടോ, തിരിച്ചെടുക്കല്ലേ. രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമില്ല. അവിടെ ഞാൻ മോഹം നോക്കാത്തത് കേട്ടോ. ഞാൻ പറഞ്ഞതറിയോ, വിളിക്കണമെന്ന് അങ്ങനെ വിളിക്കണം, അങ്ങനെ ചിന്തിക്കണം. ഇത്രയും പേരെ ഒന്നിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടുമോ സംസാരിക്കാൻ? കിട്ടില്ലല്ലോ. കിട്ടിയിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പെണ്ണാണ് നിൽക്കുമ്പോഴത്തേക്ക് നേരെ നിൽക്കണോ? കിട്ടിയ അവസരം ഉപയോഗിക്കുന്നില്ലേ? ഒരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങനെ നിൽക്കാം. ഇത്രയും പെൺകുട്ടികളെ ജീവിതത്തിൽ ഒന്നിച്ച് കാണാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? പിന്നൊന്ന് നോക്കണേ. നിങ്ങളുടെ മനസ്സിൽ സൗന്ദര്യബോധമൊന്നുമില്ലേ? ഉണ്ടോ? ഇപ്പൊ സൗന്ദര്യബോധമുണ്ടോ? ഇതെല്ലാം ചേച്ചിമാരും അനിയത്തിമാരും അവിടെ പ്രായമുള്ളൂ. വേറെ പുസ്തകം കണ്ണോട് നോക്കാതിരുന്നാൽ ഒരു സൗന്ദര്യത്തിന്റെ കണ്ണോട്ടൊന്ന് ഓടിച്ച് നോക്കേ. ഞാൻ ഇയാളെ കുറിച്ച് പല പ്രാവശ്യം നോക്കാൻ പറ്റുന്നതോ പെൺകുട്ടികളെ കുറിച്ച് ഇയാളെ മനസ്സിലുള്ള ദുഷ്ടചിന്തകളല്ലേ ഇപ്പൊ പോകുന്നേ. നല്ല കുട്ടിയാവും നോക്കിയേ. ദുഷ്ടം വന്നൊന്നുമില്ലാതെ നോക്കണേ. എല്ലാവരും നോക്കുന്നേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആരോ ഒരാളെ ചൂണ്ടി കാണിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചവരുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്, കല്യാണം പ്രായമുള്ളവരുണ്ട്. ഒക്കെ ഒരാളെ ഇഷ്ടപ്പെട്ട ആളെ ചൂണ്ടി കാണിച്ചു. ഈ ദുഷ്ടം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ആണല്ലേ ഇഷ്ടപ്പെട്ടു. ഈ ഇഷ്ടം നിങ്ങൾ എന്ത് ചെയ്യരുത്. വേറെ അർത്ഥവും നിങ്ങൾക്കുള്ള കുഴപ്പമെന്താ? നിങ്ങൾക്കുള്ള കുഴപ്പമെന്താ? ഇദ്ദേഹത്തിന് വയസ്സിനെത്രയായി മോനെ? 16 വയസ്സ് പ്രായത്തിൽ പെൺകുട്ടികളുമായി കബഡി കളിക്കുന്നവനായിരുന്നു ഞാൻ. പെൺകുട്ടികളെ ചില അണ്ണന്മാർ ചിരിക്കുന്നുണ്ട്. എന്റെ നാട്ടിൽ പോയപ്പോൾ ഞാനീ പറഞ്ഞ നാട്ടിൽ പോയി എന്റെ പ്രായക്കാർ ജീവിച്ചിട്ടുണ്ടല്ലോ. കബഡി കളിക്കുമായിരുന്നു. ഞങ്ങളുടെ ക്ലബിൽ കബഡി മത്സരമൊക്കെ ഉണ്ട്, അത്തപ്പൂക്കള മത്സരമുണ്ട്. ഞങ്ങൾ പെൺകുട്ടികൾ ആണാണോ പെണ്ണാണോ എന്നറിയാതെ അങ്ങനെ വേർതിരിവില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഒരു ദുഷ്ടമനസ്സും ഇല്ല. ഇദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സഹോദരിയെ പോലെ ഇഷ്ടമുള്ളതായിക്കൂടെ, അനിയത്തിയെ പോലെ ഇഷ്ടമായിക്കൂടെ, തിരിച്ചിനെ പോലെ ഇഷ്ടമായിക്കൂടെ, ക്ലാസ്മേറ്റ് പോലെ ഇഷ്ടമായിക്കൂടെ? എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് പറഞ്ഞത്? ഹൈടെക്കിൽ കൂടെ പഠിക്കുന്ന കുട്ടിയോടുള്ള ഇഷ്ടം. നിങ്ങളുടെ മനസ്സ് അഴുക്ക മനസ്സായതുകൊണ്ടാണ് നിങ്ങൾ കത്തക്കാതെ ചിരിച്ചത്. കാരണം പ്രേമമാണോ കല്യാണമാണോ ഇവർ കയ്യിലാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു. ദുഷ്ടന്മാർ. അപ്പൊ മനസ്സിൽ എന്തുണ്ടാവരുത്? 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 ലോകത്ത് നിങ്ങൾ ചെറുപ്പക്കാരാണെന്ന് പറയാം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി തന്നെ സ്ത്രീക്ക് ആരോട് ഇഷ്ടമുണ്ട്? പുരുഷനോട് ഇഷ്ടമുണ്ട്. പുരുഷൻ ആരോട് ഇഷ്ടമുണ്ട്? പക്ഷെ ഒരു തീർ നിങ്ങൾ പഠിച്ചോളൂ. അനർഹമായതോ അർഹതയില്ലാത്തതോ അപഹരിക്കപ്പെട്ടതോ അനുവാദമില്ലാതെയോ മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്ക് ഒന്നും ആരുപയോഗിക്കരുത്. ഇതിനുപയോഗിക്കരുത്. അപ്പൊ ശരീരക്കൊക്കെ പറ്റിപ്പോയതാ. ശരീരം എത്ര പേരെ കൂടെ പോയത് ഒന്നും ഒരു വിഷയമല്ല. ശരീരം കൂടി പക്ഷെ അതല്ല വിഷയം. അതിനൊരു സാമൂഹ്യ വിഷയമാക്കി അതിന്റെ ഭരണകൂടത്തെ ആക്കി അതിന്റെ സോണ ഇങ്ങനെ തട്ടിപ്പിലേക്ക് വരും. അതെല്ലാം കണ്ടിട്ട് എത്രയോ സിനിമമാരോട് ജീവിക്കുന്നുണ്ട്. സിനിമാക്കാരെ കുറിച്ച് ഞാൻ വേറെ പറയുന്നില്ല. എത്രയോ കഥകളുണ്ട്. ആർക്കും പരാതിയില്ലല്ലോ. പക്ഷെ അതല്ല വിഷയം. ഇഷ്ടം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ വേറെ അർത്ഥത്തിൽ എടുക്കരുത്. പിന്നെ എത്ര കണ്ണുണ്ട് പറയുന്നത്? ഇയാൾക്ക് 2 കണ്ണ്, സ്വാമി വിവേകാനന്ദൻ 2 കണ്ണ്, അരിസ്റ്റോട്ടലിന് 2 കണ്ണ്, ഐൻസ്റ്റീൻ 2 കണ്ണ്, സാഫിക്ക് 2 കണ്ണ്, മഞ്ഞൾ സാറിന് 2 കണ്ണ്, എനിക്ക് 2 കണ്ണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര കണ്ണാ? എത്ര മുക്കാണ്? അങ്ങോട്ട് പറയാം. എന്റെ അടുത്ത് 1. എത്ര ചെവി? അങ്ങോട്ട് പറയണേ. കള്ളം പറയണേ പറയണേ. ഇയാളെന്തെങ്കിലും കള്ളം പറയണേ. എത്ര കാല്? എത്ര മനസ്സ്? 1. എത്ര കൈ? എത്ര ചുണ്ട്? എന്തെങ്കിലും സംശയമുണ്ടോ? കൂടുതലോ കുറവുള്ളതായിട്ട് ഒരു സംശയമില്ല. ഇല്ലല്ലോ. ഇതെല്ലാം അനിയന്റെ എന്താ കുഞ്ഞിന്റെ എന്താ തെറ്റാണ്. ഒരു കുറവില്ലാതെ ഈ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ഇതിൽ കൂടുതൽ പ്രപഞ്ചം എന്താണ് ഇദ്ദേഹത്തിന് ചെയ്തിടേണ്ടത്? പ്ലീസ്, ഈ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്തിടേണ്ടത് എന്താണ്? ഒന്നുമില്ല.
ഒന്നുമില്ല. അത് ഉള്ളിൽ തന്നെയാണോ പറഞ്ഞത്? സത്യസന്ധമായിട്ടാണോ പറഞ്ഞത്? ആത്മാർത്ഥമായിട്ടാണോ പറഞ്ഞത്? നെഞ്ചി കൈ വെച്ച് പറഞ്ഞു. ഒന്നും തരാനില്ലല്ലോ. എല്ലാം കൊടുത്താണ് ഈ ഭൂമിയിൽ കുട്ടിയെ വെച്ചിരിക്കുന്നത്. ഈ കുട്ടി ജനിച്ചത് ഒരുപക്ഷെ പാവപ്പെട്ട നേതായിരിക്കും, ദരിദ്രൻ നേതായിരിക്കും. പക്ഷേ ഈ കുട്ടി ദരിദ്രനായി തന്നെ മരിക്കുകയാണെങ്കിൽ ആരാ കുറ്റക്കാരൻ? ആരാ? സ്വന്തമായി തന്നെയാണ്. മറ്റൊരാൾ റിയാലിറ്റി ചെയ്യാൻ പറ്റില്ല. നല്ലതുപോലെ പാടുന്ന ആളാണെങ്കിൽ റിയാലിറ്റി ഷോ എത്രയാണ്? പണ്ടത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോ നല്ലതുപോലെ പാട്ടുകാരനാണെങ്കിൽ റിയാലിറ്റി ഷോ എത്രയാണ്? മൊബൈൽ ഒന്നും പറ്റില്ലെങ്കിൽ മൊബൈൽ ഫോണിലെടുത്ത് യൂട്യൂബിൽ ഇട്ടാലും ആരറിയും? ഒരുപാട് വിളിച്ചത് വരിക, ഒരു ചാനൽ തന്നില്ല. മൊബൈൽ ഫോണിൽ സഹപ്രവർത്തനം എടുത്ത് യൂട്യൂബിൽ ഇട്ടാലും ലോകം അറിയും, അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇനി എന്താ കുറവുകൾ? എന്തിനു പഠിക്കുന്നു? പ്ലസ് വൺ പഠിക്കും. ഒന്നാമത്തെ കുറവാ, ഒന്നാമത്തെ കുറവ് നല്ലപോലെ പഠിക്കൂല. നമ്മൾ സ്വന്തമായിട്ട് പറയാം, പത്രം വായിക്കും. വായിക്കുമ്പോൾ പ്രധാനമന്ത്രി പോലെ ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ തിരിച്ചിരിക്കും, വളരെ ഗൗരവമായി തിരിച്ചിരിക്കും. നമ്മൾ ഇവിടെ ഇപ്പോൾ നിങ്ങളെ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ മോട്ടിവേറ്റർമാർക്ക് ആര് വന്നാലും ക്ലാസ് എടുത്താലും നമ്മൾ ഞാൻ എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് സ്വയം മാറാൻ പറ്റും. ഒന്ന്. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ അവസരങ്ങൾ വരുന്നത് വളരെ വളരെ ചെറിയ രൂപത്തിലായിരിക്കും. വളരെ ചെറിയ രൂപത്തിൽ വരുന്ന അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വലിയ സ്വപ്നങ്ങൾ കാണണം, വീണ്ടും ചിന്തിക്കണം. ഞാൻ ഈ ഭൂമിയിൽ വന്ന എന്തിനാണ്? വലിയ വലിയ കാര്യം ചെയ്യാൻ. ഈ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പോലെ ചെയ്യുമ്പോഴുള്ള കാര്യം, പ്രസിഡന്റ് ചെയ്യുമ്പോഴുള്ള കാര്യം, മമ്മൂട്ടി, അങ്ങനെയല്ലേ വലിയ കാര്യം കമ്പയർ ചെയ്യുന്നത്. വലിയ കാര്യം കമ്പയർ ചെയ്യുന്നത് എവിടെയാ? എങ്ങനെയാ? പലരും അങ്ങനെ കമ്പയർ ചെയ്യണം, പരാജയപ്പെടും. വലിയ കാര്യം കമ്പയർ ചെയ്യുന്നത് എവിടെയാ? ഇപ്പൊ ടീച്ചറാണ് ഓഡിറ്റിരിക്കുന്നത്, അവിടെ ഇരിക്കുന്നത്. ടീച്ചർ വലിയ കാര്യമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഏത് ലോകത്താണ്? ഒരിക്കലും മമ്മൂട്ടിയുടെയോ കാവ്യമാധവന്റെയോ രീതിയിൽ ആ കമ്പയർ ചെയ്ത് കേസിത്രയുടെ രീതിയിൽ കമ്പയർ ചെയ്തിട്ട് ടീച്ചർക്ക് ലോകത്തോട് വരാൻ പറ്റില്ല. കാര്യം ടീച്ചറിന്റെ ലോകം ഏതാണ്? ടീച്ചറിന്റെ ലോകം ഏതാണ്? ടീച്ചിങ് ആണ്. അപ്പൊ ടീച്ചർ കാണേണ്ട സ്വപ്നം എന്താ? ടീച്ചിങ് അല്ല കാണേണ്ടത്. ടീച്ചർ കാണേണ്ട സ്വപ്നം എന്താ? ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് ഒരു ദിവസം ഈ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ അധ്യാപികയായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയും പുറത്തിറങ്ങിയപ്പോൾ എല്ലാ പത്രക്കാരും പുറത്തു നിൽക്കുകയും ആ പത്രക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന ടീച്ചറാകുന്ന ലോകത്ത് വലുതാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? ടീച്ചറിന്റെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ടീച്ചറാണോ വലുത്, മമ്മൂട്ടിയാണോ വലുത്? അല്ല, മമ്മൂട്ടിയുടെ സിനിമാ ലോകത്താണ് ആര് വലുത്? മമ്മൂട്ടി വലുത്. ഗായക ലോകത്താണ് ആര് വലുത്? യേശുദാസ് വലുത്. ശാസ്ത്ര ലോകത്താണ് ആര് വലുത്? ഐൻസ്റ്റീനൊക്കെ വലുത്. അല്ല, ഐൻസ്റ്റീനുമായിട്ട് കമ്പയർ ചെയ്താൽ മമ്മൂട്ടി ആരാ? ഐൻസ്റ്റീനുമായിട്ട് കമ്പയർ ചെയ്താൽ മോഹൻലാൽ ആരാ? അല്ലെങ്കിൽ മൻമോഹൻ സിംഗുമായിട്ട് കമ്പയർ ചെയ്താൽ മോഹൻലാൽ ആരാ? ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? മറ്റൊരാളുമായി നമ്മളെ കമ്പയർ ചെയ്യരുത്. എങ്ങനെ ചെയ്യേണ്ടി വന്നാൽ നമ്മുടെ ലോകത്തുള്ളവരുമായി കമ്പയർ ചെയ്യും. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ആ ഒരു കാര്യമുണ്ടല്ലോ, കലാകാരൻ ആരുമായി കമ്പയർ ചെയ്താൽ മതി. അപ്പൊ കലാകാരനെ മനസ്സിലാക്കാനുള്ള ചിന്ത എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരനാവുക. ചിലർ ചിന്തിക്കുന്നുണ്ട് എനിക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം. അയാൾ ഏതൊക്കെ ചിന്തിക്കുന്നുള്ളൂ? പഞ്ചായത്താണ് അതിന്റെ അതിർത്തി. ചിലർ ചിന്തിക്കുന്നു എനിക്ക് കുറച്ചുകൂടെ വലിയ MLA ആവണം, MLA ആണ് അതിർത്തി. ചിലർ ചിന്തിക്കുന്നു എനിക്ക് മുഖ്യമന്ത്രി ആവണം, ഇതാണ് അദ്ദേഹത്തിന്റെ അതിർത്തി, കേരളമാണ്. ചിലർ വിചാരിക്കുന്നു പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ അതിർത്തി ഏതാ? ഇന്ത്യയാണ്. ചിലർ വിചാരിക്കുന്നു അങ്ങനെയല്ല, എനിക്ക് ഐക്യരാഷ്ട്രസഭയിലൊക്കെ അറിയപ്പെടണം, ലോകപ്പെടുന്ന അറിയപ്പെടണം, ശശി തരൂരിനെ പോലെ. അത് ലോകം വേറെ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് തീരുമാനിക്കണം? നിങ്ങളുടെ ലോകം വേണമെന്ന് തീരുമാനിക്കും. ലോകം വേണമെന്ന് തീരുമാനിച്ചാൽ ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാം. ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ എന്തൊക്കെയാണ് ജോലി കിട്ടാനുള്ള സാധ്യതകൾ? എന്തൊക്കെയാണ് ജോലി കിട്ടാനുള്ള തടസ്സങ്ങൾ? എന്താണ്? സാധ്യത എന്താണ്? സാധ്യതയെ വിട്ടുവതാക്കണം. ഞാൻ പറഞ്ഞു, സ്ട്രെങ്തിനെ വിട്ടുവതാക്കണം, കൂടുതൽ സ്ട്രെങ്ത് ആക്കണം.
കൊടുത്തപ്പോൾ ഇതുപോലെ കണ്ണാടി വെച്ചു. ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു അടുത്ത 10 വർഷം കൂടി ഇയാൾ കണ്ണാടി വെക്കണം, ഒരു കാരണവശാലും കണ്ണാടി ഊരരുതെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. എന്റെ ഓർത്തു നോക്കുന്ന കണ്ണാടിയോട് ഞാൻ ചോദിച്ചു, ഇനി 10 വർഷം പണ്ടേ എനിക്കൊരു കുറച്ച് കഷണ്ടിയിട്ടുള്ള ആളാണ്, 10 വർഷം ഈ കണ്ണാടി കൂടെ വെച്ച് എനിക്ക് മോശമായി തോന്നുന്നു, എന്റെ സൗന്ദര്യത്തിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ കണ്ണാടി ചുരുട്ടി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ കണ്ണിനോട് ഞാൻ പറഞ്ഞു, മനസ്സിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് ജീവിച്ചോണം, ഒരു കാരണവശാലും എനിക്ക് എന്ത് തരുന്നത്, എന്ത് തരുന്നത്, കണ്ണുവേദന തരരുത്. സത്യം സത്യം സത്യം, ഞാൻ ശാസ്ത്രവിരുദ്ധം പറയില്ല, നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത്. ഞാൻ ചെയ്ത് വിജയിച്ച ആളാണ്. കണ്ണാടി ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്, എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. എന്നെ രക്ഷിച്ചതാരാണ്? എന്നെ രക്ഷിച്ചതാരാണ്? ഞാൻ വിചാരിക്കുന്നത് എന്റെ ചിന്തകളാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്റെ ശരീരം അങ്ങനെ ചിന്തിച്ചു, എന്റെ മനസ്സങ്ങനെ ചിന്തിച്ചു, ദൃഢമായി ചിന്തിച്ചു, തീവ്രമായി ചിന്തിച്ചു. 2 ദിവസം കണ്ണ് കഴിച്ചിട്ട് ഞാൻ എടുത്തു വച്ചില്ല. അങ്ങനെ എന്തായാലും ഞാൻ വിജയിച്ചു. കണ്ണാടി വെക്കേണ്ടി വന്നില്ല. എന്തിനാണ് കണ്ണാടി കുട്ടികൾ ഉടനെ പോയി ചെയ്യരുത്, കണ്ണാടി വെക്കല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ ട്രൈ നോക്കൂ. എന്ത് ചിന്തിക്കുന്നു അതാണ് ആരും തരുന്നത്, ശരീരം തരുന്നത്. രോഗമാണ് ചിന്തിച്ചാൽ രോഗമാണ്. സാധാരണ മാപ്പ് കടിച്ചാലും നല്ല മാപ്പ് കടിച്ചു എന്ന് വിചാരിച്ചാൽ മരിച്ചു പോകും. നല്ല മാപ്പ് കടിച്ചാലും വലിയ കുഴപ്പമില്ല, മരുന്ന് കഴിച്ചാൽ കുറയും വിചാരിച്ചാൽ കുറയും. നിങ്ങളുടെ മനസ്സിനനുസരിച്ച് എന്ത് ചെയ്തു തരും? നമ്മുടെ മനസ്സിനനുസരിച്ച് എന്ത് ചെയ്തു തരും? ശരീരത്തിൽ എന്തുണ്ടാവും? അതൊക്കെ തീരുകയാണ്, സയൻസ് തന്നെയാണ്. നമ്മുടെ മനസ്സിനനുസരിച്ച് ശരീരത്തിൽ ഓരോന്ന് ഉണ്ടാകും. അതാണ് ശരീരത്തെ പിടിക്കുന്നത്. അപ്പൊ ദയവായി തിരിച്ച് ചിന്തിക്കണം. നമുക്ക് എങ്ങനെ ചിന്തിക്കാം? തിരിച്ച് ചിന്തിക്കാം. ഇന്ന് മുതൽ നിങ്ങൾ 100% 1% പോലെ 100% ഞാൻ മാറി തീരുമാനിക്കും എന്നുള്ളവർ മാത്രം ദയവായി എല്ലാവരും കയ്യിൽ വെക്കരുത്. കൈ വെച്ച് എന്നോട് കള്ളം പറയാം. ഞാൻ നിങ്ങൾക്ക് നമ്പറൊക്കെ പറഞ്ഞേക്കാം. 100% ഞാൻ ഇന്ന് മുതൽ മാറും എന്നുള്ളവർ മാത്രം ഒന്ന് നെറ്റി കൈ വെച്ചു സ്വന്തമായി. എല്ലാവരും കൈ വെക്കരുത്. കൈ വെക്കാൻ കുഴപ്പമില്ല. ഞാൻ ഇന്ന് മുതൽ 100% മാറും. നോക്കൂ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് കുറവുണ്ട്? നിങ്ങൾക്ക് എന്ത് കുറവുണ്ട്? കൈ വെച്ചത് നീച്ചേ. ആ കൈ വെച്ച കൈയോടെ വെച്ചത് നീച്ചേ. നോക്കൂ, ഒരു പച്ചയായ യാഥാർത്ഥ്യം നോക്കൂ. 250 പേരിരിക്കുന്ന ആളാണ്. എത്ര പേരാ കൈവച്ചത്? 4, 3, 7, 10, 12, 14, 18, 22 പേരെ കൈവച്ചോളൂ. ഒന്ന് എണീറ്റിരുന്നേ മക്കളെ. ഈ കൈ വയ്ക്കാത്തൊന്നിട്ട് കൈവച്ചോ പോലെ കൈവച്ചായിരുന്നു. കൈ നെച്ച് കൈവച്ചായിരുന്നു ഇല്ലല്ലോ. അതെ, എന്തേ അങ്ങനെ ചെയ്യാതിരുന്നേ? ഇയാൾക്ക് വിശ്വാസങ്ങളുണ്ടോ? ഉണ്ടോ? അവിടെ നിന്ന് എണീറ്റാ മതി. ഒന്ന് എണീറ്റാ മതി. കൈ വയ്ക്കാത്ത ആള്, കൈ വയ്ക്കാത്ത ആളെന്ന് എണീറ്റ് ആരെങ്കിലും ഒന്ന് എണീക്കണം. പ്ലീസ്. ഒരു പ്രാവശ്യം എഴുന്നേൽക്കാൻ പോലും നിങ്ങൾ മടിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ആരെ തോൽപ്പിക്കുകയാണ്? വീണ്ടും വീണ്ടും സ്വയം തോൽപ്പിക്കുകയാണ്. ഒന്ന് എണീറ്റാ മതി. അതെ, രണ്ടുപേരും വേറെ എണീറ്റ്. എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ? എന്തേ അങ്ങനെ എന്താ പറഞ്ഞത്? കേട്ടില്ലെന്നോ? ഇരുന്ന് ദയവായി തിരിച്ച് തീരുമാനിക്കണം. തിരിച്ച് തീരുമാനം. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾക്കുള്ള ഒരു കുറവ് കൂടി നിങ്ങൾ കണ്ടെത്തി. എന്താണ് കുറവ്? ഒന്നാമത്തെ വീക്ക്നെസ് എന്തായിരുന്നു? അല്ല, കുറവല്ല, വീക്ക്നെസ് അല്ല, ഒരു ലാപ്സ് എന്തായിരുന്നു? ജനറൽ നോളജിന്റെ കാര്യത്തിൽ കുറച്ച് പിറകിലാണ് നിങ്ങൾ. ദയവായി എന്ത് ചെയ്യണം? വളരെ മുന്നിലെത്തണം. ലോകത്തെ എല്ലാ ചാനലുകളും, ദയവായി ചാനലുകൾ, പത്രങ്ങളെല്ലാം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ചാനലും കാണണം. ഏതിനു വേണ്ടി? നിങ്ങളെ ജീവിത വിജയത്തിനുള്ള ഭാഗമാണ്. അല്ലാത്തത് കാണണം, ആവശ്യമില്ലാത്തത് കാണണം. പത്രങ്ങൾ. ഇത് രണ്ടാമത് നിങ്ങൾ പറഞ്ഞല്ലോ, കോൺഫിഡൻസ് കുറവാന്ന് പറഞ്ഞല്ലോ. ഇനി എല്ലാവരും കൈവയ്ക്കാത്തവരുന്നവിടെ അല്ലെ? കൈവച്ചവരും വെക്കാത്തവരും ഇനി ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കി. ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കി. പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേറെ മരുന്ന് പറഞ്ഞുതരാം. ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കി. നിശബ്ദമായി കണ്ണെന്ന് പറയാം. നിശബ്ദം ഉണർന്നിരുന്നൊന്ന് പറയാൻ ശ്രമിച്ചേ. ഞാൻ ഇന്ന് മുതൽ ഈ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റത്തിന് ശ്രമിക്കുകയും അതൊന്ന് സിസ്റ്റമാറ്റിക് ആവുകയും വെക്കുകയും ചെയ്യും എന്നുള്ളതൊന്ന് ഒന്ന് ആലോചിച്ച് മനസ്സിൽ. മറ്റൊന്ന് ദയവായി മനസ്സിലാലോചിക്കാതെ
ഒന്ന് നിശബ്ദമായ ഒരാൾ. കണ്ണടക്കരുത് ദയവായി. കണ്ണടച്ചാൽ പോലെ മനസ്സിന്റെ ചിന്ത വേറെ കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ ഓണാത്തിരുന്ന് തന്നെ ചെയ്യും. പ്ലീസ് കണ്ണടക്കരുത് ദയവായി. കണ്ണട. യെസ്. ഇനിയും പറ്റാത്ത ആരെങ്കിലും യാതൊരു എക്സസൈസ് ഇല്ല. ഇനിയും പറ്റാത്ത, ഇനിയും എനിക്ക് പറ്റുന്നില്ല, എന്നാൽ തന്നെ ഇനിയും എനിക്ക് പറ്റുന്നില്ല ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത എക്സസൈസ് പറയില്ല. അതുകൊണ്ടാണ്. ആരും ഉണ്ടോ? 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 ആരില്ല? എല്ലാവർക്കും പറ്റുന്നതാണ്. നിങ്ങൾ ഇന്ന് മുതൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾ ഒരു പ്രാവശ്യം എന്നെ കൂടി വിളിക്കണം. ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് കൊച്ചു എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണം.